إبراهيم إنك حميد مجيد. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ചില കൽപ്പന കക്ഷികളായ ആളുകൾ പിൽക്കാലത്ത് പടച്ചുവിട്ട ചില പുതിയ വാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ ബഷീർ സലഫി ഇതുവരെയും സംസാരിച്ചത്. യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്ത് കടന്നു വന്ന കക്ഷികൾ പലവിധ വ്യാഖ്യാനങ്ങൾ നൽകി മുസ്ലിം സമൂഹത്തെ ശിർക്കിലേക്കും ഖുറാഫത്തിലേക്കും ഹറാമിലേക്കും തോന്നിവാസങ്ങളിലേക്കുമെല്ലാം കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി രാഷ്ട്രീയമായ നേട്ടം കൊയ്യാൻ ശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആ രംഗത്തുള്ള ആദർശ പാപ്പത്വമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നായം ചേർത്ത് കടന്നു വന്ന മറ്റൊന്നാണ് പൗരോഹിത്യം. ശിയാക്കളുടെ ശക്തിയായ സൂഫിസവും ആ സൂഫിസത്തിന്റെ സ്വാധീന ഫലമായി നാടുകളിൽ കടന്നുവന്ന എണ്ണിയാലില്ലാത്ത അന്ധവിശ്വാസങ്ങളും പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ നാടുകളെല്ലാം അത് വ്യാപകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ വ്യാഖ്യാനം നൽകി സൂഫികൾ കടന്നുവന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്നർത്ഥമാണ് എന്ന് അവർ പഠിപ്പിച്ചു. ഒന്ന് അവർ പറഞ്ഞു സാധാരണക്കാരന്റെ അർത്ഥം, അതാണ് ലാ മഅ്ബൂദ ഇല്ലല്ലാഹ് ഔ ലാ മഅ്ബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനാർഹനായി മറ്റാരുമില്ല എന്നത് സാധാരണക്കാരന്റെ അർത്ഥമാണ് എന്ന് അവർ പറഞ്ഞത്. ആ സാധാരണക്കാരൻ റബ്ബിലേക്ക് അടുത്ത് മർത്തബ കൂടിക്കഴിയുമ്പോൾ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മാറുന്നു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ലക്ഷ്യമില്ല എന്നായി മാറും അർത്ഥമെന്നാണ് അവർ വ്യാഖ്യാനിച്ചത്. ആ ഒരു അസാധാരണക്കാരൻ പിന്നെയും മർത്തബ കൂടി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വീണ്ടും അർത്ഥം മാറും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല എന്നായി മാറുമെന്നാണ് കെ.വി.എം. പന്താവൂർ എഴുതിയ സമ്പൂർണ്ണ മനുഷ്യരുടെ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ ഈ മൂന്ന് അർത്ഥവും നൽകി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പന്താവൂരിന്റെ ഒരു പ്രയോഗം നമ്മുടെ എ.പി. സുന്നികൾ നേതാവായ കെ.വി.എം. പന്താവൂർ മുസ്ലിയാർ എഴുതി, ഈ ഉലകത്തിൽ അല്ലാഹുവല്ലാതെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഏതൊരാളും ചോദിക്കും, പിന്നെ ഈ കാണുന്നതെല്ലാം എന്താണ്, പിണ്ണാക്കാണോ എന്ന് ചോദിക്കും. പഠിച്ചോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കല്ലും മരവും അതേപോലെ കെട്ടിടങ്ങളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം കാണുന്നുവല്ലോ, ഇതൊക്കെ പിന്നെ എന്ത്, ഇതൊക്കെ പിണ്ണാക്കാണോ എന്ന് ചോദിക്കും. എന്നാൽ ഇതൊന്നും പിണ്ണാക്കല്ല, കാരണം പിണ്ണാക്കുമില്ല. പിണ്ണാക്കായി നാം കാണുന്നതും അല്ലാഹു തന്നെയാകുന്നു. എല്ലാം അല്ലയാണ്, അല്ലല്ലാത്ത വേറൊന്നില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന അവസ്ഥയിലേക്ക് ഉയരുമെന്നാണ് അവർ പരിചയപ്പെടുത്തിയത്. അത് കടമെടുത്ത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അവർ നാട്ടിൽ പ്രചരിപ്പിച്ചു. ആ പ്രചാരണം
ശക്തി പോലെത്തായപ്പോൾ സാക്ഷാൽ കാത്തമല മുസ്ലിയാർ തന്നെ അത് ഏറ്റെടുത്ത് രംഗത്തിറങ്ങി അയാൾ ഒന്നുകൂടി ശക്തമായി ആ അന്ധവിശ്വാസവും ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിക്കാൻ കച്ചകെട്ടി രംഗത്തിറങ്ങിയതാണ് വസ്തുത. അങ്ങനെ എല്ലാ അന്ധവിശ്വാസങ്ങളും മുഴുവൻ അനാചാരങ്ങളും എല്ലാ ശിർക്ക് ബിദ്അത്തുകളും ഒന്നും കുത്തിയൊറ്റു പോകാൻ സമ്മതിക്കാതെ പൂർവാധികം ശക്തിയോടുകൂടി സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാനുള്ള സർവ്വ പരിശ്രമങ്ങളുമായി ആ മനുഷ്യൻ രംഗത്തിറങ്ങി. ബഷീർ സലഫി അവസാനിപ്പിച്ച് സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും വൈയക്തികമായ വിരോധം കൊണ്ടുള്ള സംസാരമേ അല്ല, മറിച്ച് സമൂഹത്തെ ശിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയും സമുദായത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആ രംഗം നേരെ കാണുമ്പോൾ തുറന്നു പറയാതിരിക്കാനാവില്ല എന്നതുകൊണ്ടുള്ള സൂചനകൾ മാത്രം. എല്ലാം അല്ലാഹുവാണ് പഠിപ്പിച്ചവർ, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് മൗലിദ് കിതാബിലൂടെ പാടിപ്പറയുന്നവർ അവസാനം എത്തിപ്പെട്ടതോ അല്ലാഹുവിലേക്ക് മാത്രം കൈകൾ ഉയരാതിരിക്കുകയും റബ്ബല്ലാത്ത ആരിലേക്കും കൈകൾ ഉയർത്താനുണ്ടാവുകയും ചെയ്തു. നഖ്ശബന്ദി ത്വരീഖത്തുകാരുടെ ശൈഖ് എഴുതി വെച്ചത് നായയോട് പോലും സഹായം തേടാം, അഭയം തേടാമെന്നാണ്. ഒരു കാരണം പറഞ്ഞത് അദ്ദേഹം നടന്നു പോകുമ്പോൾ നായയെ കണ്ടു. ഈ നായങ്ങനെ കയ്യും കാലും മേൽപോട്ട് ഉയർത്തി മലർന്നു കിടക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ നായ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ അടുത്തുവിട്ട് ആമീൻ 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 എന്ന് പറയാൻ തുടങ്ങി എന്ന. അപ്പൊ മൂപ്പര ശൈഖാര നായ ശരിയായിക്കൂടെയൊന്നുമില്ല. ഇങ്ങനെ പുതിയ പുതിയ വാദങ്ങളുമായി വന്നവർ റബ്ബല്ലാത്ത ആരിലേക്കും ക്ഷേത്രങ്ങളുമായി പോകാമെന്ന് പഠിപ്പിച്ചവർ ഫലമെന്തായി? മുസ്ലിം സമുദായത്തിന് ഇന്ന് റബ്ബിനോട് തേടുക, അവരോട് മാത്രം അർപ്പിക്കുക എന്ന ആശയം തന്നെ ഇന്ന് മുസ്ലിം സമുദായത്തിന് വർജ്യമായി മാറി. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നിവിടെ കണ്ടാൽ വല്ലാത്തൊരു ഇടങ്ങാറ്, വല്ലാത്തൊരു എവിടെയെങ്കിലും എഴുതി കണ്ടാൽ, ഒരു നോട്ടീസിൽ കണ്ടാൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് കണ്ടാൽ എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു ഇടങ്ങാറ് ഏത് സാധാരണക്കാരനും ഉറപ്പിക്കുക. അത് വഹാബിയാളമായതാണ്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എവിടെ അത് വഹാബിയാളമായത്. അത്തരം നോട്ടീസ് എപ്പോ കണ്ടാല് ഏത് വരവൂരാശം സ്വീകരിച്ചാലും പറയും അത് മറ്റേ ടീമാണ്, സംഘടന ഇപ്പൊ പുറത്തുപോയ ടീമുണ്ടല്ലോ, ഓലാണ് വഴുതേക്കണം, ഓലെ വഴുതേക്കുള്ളൂ എന്ന് ഇവർക്ക് തർക്കമില്ല. സംഘടന ചിന്ത ശൈത്താനൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രാർത്ഥനകളോട് മാത്രമെന്ന് വഴുതു വെക്കണ പോലെ ഉള്ളൂ എന്ന് എല്ലാവരും സംഭവിക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഈ കടലിന്റെ ആശയം കൊണ്ടുവരികയും എല്ലാം അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ സംഭവിച്ചതെന്താ? തിരിച്ചാണ് റബ്ബിൽ നിന്ന് അകന്നു പടപ്പിലേക്ക് അടുത്തു. യഥാർത്ഥത്തിൽ റബ്ബിൽ നിന്ന് സമുദായത്തെ അകറ്റാൻ ശ്രമിച്ചപ്പോൾ റബ്ബ് ഇവരെ കൂടുതൽ അകറ്റിയതാണോ എന്നാ സംശയിക്കേണ്ടത്. അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്ത കോലത്തിലേക്ക് റബ്ബോനെ പഠിപ്പിച്ചു. ഉപരിലോകത്തേക്ക് കൈകൾ ഉയരാതെ ഭൂമിനടിയിക്കാൻ പ്രാർത്ഥനാകരങ്ങൾ പോകുന്നത്. ഉപരിലോകത്തേക്ക് പ്രാർത്ഥനാകരങ്ങൾ ഉയരുന്നില്ല, നേരെ പോകുന്നത് ഭൂമിന്റെ അടിയിലേക്ക്, ഖബറിലേക്കാണ് പ്രാർത്ഥനാകരങ്ങൾ പോകുന്നത്. എവിടെ കുഴിച്ചിട്ട് എവിടെ ജാറുള്ളത് അത് നോക്കിയിട്ട് അവിടെ ചെന്ന് തേടാനാണ് ഇന്ന് താല്പര്യമേറെയും കാണുന്നത്. അങ്ങനെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളായി മാറി. കല്ലുകൾ പോലും പൂജിക്കപ്പെട്ടു, മരങ്ങൾ പോലും പൂജിക്കപ്പെട്ടു. കാണാൻ നിങ്ങൾക്ക് അത്തരം ചില രംഗങ്ങൾ പല പ്രാവശ്യം കണ്ടവരും കേട്ടവരുമാണെങ്കിലും നാം ശ്രദ്ധിക്കേണ്ടുന്ന, മറക്കാൻ പാടില്ലാത്ത ചില രംഗങ്ങളാണ് സഹോദരന്മാരെ അതൊക്കെ എന്നതുകൊണ്ട് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. സമുദായം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് പ്രത്യേകമായ ഒരു മരവള്ളിക്ക് പച്ചമുളപ്പിച്ച് അവിടെ ചെന്ന് പ്രാർത്ഥന അർപ്പിക്കുന്ന, നേതൃത്വം നൽകുന്ന മുസ്ലിയാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ ഉള്ളത്? ഖബറുണ്ടോ? ഇല്ല. മഹാനുണ്ടോ? ഇല്ല. ഔലിയാക്കന്മാരുണ്ടോ? ഇല്ല. ആരുമില്ല, ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഒരു പ്രത്യേകമായൊരു മരം, ഒരു സ്പെഷ്യൽ മരം. എന്താ പ്രത്യേകത? ആ മരങ്ങൾ നീണ്ടുപോകുന്നു, വേറൊന്നുമില്ല. ആ വള്ളി അങ്ങനെ മരത്തിൽ ചുറ്റിക്കയറി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിന് പച്ച മുളച്ച് അവിടെ പോയി നേർച്ചതേർന്ന് അവിടേക്ക് മണമെറിഞ്ഞ് അവിടെ തൊട്ടിലിരുത്തി അവിടെ പോയി തേടിയാൽ ഉത്തരം കിട്ടുമെന്ന് ഈ സമുദായത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചത് ആരാ? ഈ സാക്ഷാൽ പുരോഹിതന്മാരല്ലാതെ മറ്റാര്?
അല്ലാഹു റസൂൽ പഠിപ്പിച്ചോ ഈ ആശയം? റസൂൽ പഠിപ്പിച്ചോ ഈ ഒരു ആദർശം? എന്നിട്ട് ലിംഗ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ അവിടെ വന്ന് തങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഇറക്കി വെക്കുന്നു. ആരുടെ മുമ്പില്? ആ മരവള്ളിയുടെ മുമ്പില്. അല്ലാതെ എവിടെയാ? മരങ്ങൾ മാത്രമല്ല, കല്ലുകൾ പൂജിക്കപ്പെട്ടു, കബറുകൾ പൂജിക്കപ്പെട്ടു. കാണാൻ നിങ്ങൾക്ക് കബറുകൾ ചെന്ന് കാട്ടിക്കൂട്ടുന്ന ചില രംഗങ്ങള്. കെട്ടുയർത്തി ദാനമെന്ന് പേരിട്ട് കൊണ്ടുവരുന്ന ചില കബറുകൾ. ഉള്ളിൽ ആളുണ്ടോ? ഉറപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യരാണോ? അതും ഉറപ്പില്ല. ആണെങ്കിൽ തന്നെ മുസ്ലിമാണോ? അതും അറിയില്ല. എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു എന്നൊറ്റക്കാലത്താൽ അവിടെ പോയി തൊടുകയും കുത്തുകയും തടവുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും കണ്ണൊഴിക്കുകയും സങ്കടങ്ങൾ പറയുകയും ചെയ്യുന്ന ഈ രംഗം സഹോദര, നമുക്ക് ഇസ്ലാമിന്റെ പേരില ന്യായീകരിക്കാൻ കഴിയുക? ആരാ ഇത് പഠിപ്പിച്ചത്? അല്ലാഹു റസൂൽ പഠിപ്പിച്ചോ ഇങ്ങനെ? സ്വഹാബത്ത് പഠിപ്പിച്ചോ ഇങ്ങനെ? എത്ര സ്വഹാബിമാർ അല്ലാഹു റസൂലിന്റെ കാലത്ത് വഫാത്തായി, അവർക്കെല്ലാം ഖബറുണ്ടായില്ലേ? എന്നിട്ട് ഈ രൂപത്തിൽ ചെന്ന് മുത്താനുള്ള ഒരു ഖബറെങ്കിലും ആ മദീനയോ മക്കയോ ഉണ്ടായോ? 1,00,000 സഹാബിമാർ ആ കാലഘട്ടങ്ങൾ ജീവിച്ച് മരിച്ചുപോയെങ്കിൽ അത് അത്ര തന്നെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ജീവിച്ചു മരണപ്പെട്ടു പോയെങ്കിൽ ആരുടെ ഖബറാണ് ഈ രൂപത്തിൽ പ്രാർത്ഥിക്കപ്പെടാനുള്ള കേന്ദ്രങ്ങളായി മാറിയത്? എവിടെയാണുള്ളത്? എവിടെയും കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ പേരിൽ പ്രമാണാടിസ്ഥാനത്തിൽ ജീവിച്ച ആദ്യ തലമുറകളിൽ ഇല്ല. ആ രീതി കാണാൻ നമുക്കാവില്ല. പിന്നീട് ഷിയാക്കൾ ഏറ്റെടുത്തു. അവിടെ സന്ദരികളായ സൂഫികൾ അത് പ്രചരിപ്പിച്ചു. ലോകത്താദ്യമായി ഒരു ജാറം വന്നത് ഇത് 450-ലാണെന്ന ചരിത്രം പറയുന്നത്. ലോകത്ത് മുസ്ലിം സമുദായത്തിന് ആദ്യമായി ജാറം വന്നത് ഇത് 450-ൽ. പ്രവാചക കാലം കഴിഞ്ഞ് 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഒരു ജാറമാറ്റം ഉണ്ടാകുന്നത്. അത് ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ഇറാഖിലായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇറാഖിലുണ്ടായ ജാറം, അതാണ് മുസ്ലിം ചരിത്രത്തിലെ ഒന്നാമത്തെ ജാറം. അതിനു മുമ്പെന്തേ മഹാന്മാരില്ലാഞ്ഞിട്ട? അതിനു മുമ്പ് മഹാന്മാർ ജീവിച്ചു പോകാഞ്ഞിട്ട ജാറമില്ലാതെ പോയത്? ചില മുസ്ലിയാക്കന്മാര് പറയും ഇമാം ഷാഫിക്ക് ജാറമുണ്ടല്ലോ, ഇമാം ഷാഫിക്ക് ഉപ്പയുണ്ടല്ലോ, ഇമാം ഷാഫി അതിന് മുമ്പ് ജീവിച്ചവരല്ലേ? ഇമാം ഷാഫി മുമ്പ് ജീവിച്ചവർ തന്നെ. പക്ഷേ ഇമാം ഷാഫി വഫാത്തായത് ഹിജ്റ 204-ലാണെങ്കിലും അദ്ദേഹത്തിന് ജാറമുണ്ടായത് ഹിജ്റ 650-ലാണ്. ജാറമല്ല, കുപ്പയാണ്ടായത്. വഫാത്തായത് ഹിജ്റ 204-ൽ, കുപ്പ കെട്ടിയുണ്ടാക്കിയത് 650-ൽ. വഫാത്തായി 400 കൊല്ലം കഴിഞ്ഞിട്ട്, 450 കൊല്ലം കഴിഞ്ഞിട്ട്. ഇമാം ഷാഫി വഫാത്തായി 450 കൊല്ലം കഴിഞ്ഞിട്ട്. ഇന്നെന്താ അവസ്ഥ? ഇന്ന് മരിക്കണ മുമ്പ് ജാറുണ്ടാക്കിക്ക, മരിക്കണ മുമ്പ് ജാറുണ്ടാക്കി വെക്ക, റെഡിയായി നിൽക്കുക. അവസാനം ജീവനാണ് പോയി കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം റെഡിയാ. എത്ര സ്ഥലത്തുണ്ടങ്ങനെ? എത്ര പ്രദേശങ്ങളിൽ? ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ ജാലം കണ്ടു. അപ്പൊ എന്താ പുതിയ ജാലത്തിലേക്ക് ഞാൻ പറഞ്ഞത് പോയി നോക്കി. അപ്പൊ ആളും മനസ്സിലൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു അടുത്ത കടയിൽ കയറി, ഇത് ഏതാ ജാലത്ത്, ആരുടെ ജാറം? അപ്പൊ കടക്കാരൻ വന്നു, ആ നിൽക്കുന്ന മുസ്ലിയാർക്കുള്ളതാണ്. അപ്പൊ ആളവിടെ നിൽക്കുക, മരിച്ചിട്ടില്ല, കുറ്റിപ്പുറത്ത് ME സ്കൂൾ അതിന്റെ അടുത്ത്. അപ്പൊ ആള് മരിച്ചിട്ടില്ല, മരിക്കണ മുമ്പ് റെഡിയാക്കി വെച്ചേക്കാം. ഇനി മരിച്ചാൽ മതി. കുറച്ചേ മുമ്പ് മരിച്ചും ചെയ്തു. മരിച്ചതാണോ മരിപ്പിച്ചതാണോ അല്ലാഹു അഅലം. അത് ജാറുണ്ടാക്കിയിട്ട് വരുമാനം കിട്ടണമെങ്കിൽ ഈ സാധനങ്ങളിൽ പോയി കൊടുക്കണ്ടേ? അപ്പൊ കുറച്ചു കാലൊക്കെ കാത്തിക്കും. വല്ലാണ്ട് മുട്ടപ്പിടിയാണെങ്കിൽ പിന്നെ ചിലപ്പോ എന്തെങ്കിലും ഒരു കൈപ്രയോഗം വേണ്ടി വരും. അല്ല എന്താ ചെയ്യാ? ഈ സിമന്റുകളിലൊക്കെ മുടക്കി കൊലത്ത് വാർപ്പക്കിട്ട് അവിടെ വെച്ചിട്ട് ഈ സാധനത്ത് മരിക്കണില്ല, മറ്റോ എത്ര കാത്തിക്കാം. അപ്പൊ എന്താ അല്ലാഹു അഅലം, എന്തോ ആയിക്കോട്ടെ. ആള് മരിച്ചു, പിന്നെ ജാറുമായി. ഇമാം ഷാഫി വഫാത്തായി 450 കൊല്ലം കഴിഞ്ഞിട്ട് ഏതോ ചില പുത്തൻ പ്രസ്ഥാനക്കാർ വന്ന് അവിടെ കുപ്പയുണ്ടാക്കി. ഇന്ന് മരിക്കുന്നതിന് മുമ്പേ തന്നെ ജാറം തയ്യാറാക്കി വെക്കുന്നു. പള്ളി എടുക്കുമ്പോ തന്നെ അത് ഒപ്പിച്ചുണ്ടാക്കി വെക്കുക. ഇല്ലെങ്കിൽ പുതുക്കി പണിയുമ്പോഴെങ്കിലും നമുക്ക് നമ്മളെ മോചനം മരിക്കാനായിട്ടുണ്ട്, മരിച്ചവിടെ പറയുക എന്ന് മനസ്സിലാക്കി ജാറത്തിന് റിസർവ് ചെയ്തിട്ടാണ് പള്ളിപ്പണി നടക്കുന്നത് തന്നെ. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ റബ്ബല്ലാത്തവരേക്ക് പ്രാർത്ഥനാ കലങ്ങളുമായി പോകുന്ന
ഒരു സാഹചര്യമുണ്ടായി. അത് നേതൃത്വം കൊടുക്കാൻ മുസ്ലിയാക്കന്മാർ വന്നു. സമസ്തവത്താകെ ഒരു 3/4 നൂറ്റാണ്ടുകാലം നോക്കി. അത് പോരാതെ മനസ്സിലായപ്പോഴാ മറ്റേ ചങ്ങായി ഒന്നും കൂടി സ്ട്രോങ്ങായി ഇറങ്ങിയത്, കാന്തപുരം മുസ്ലിയാർ. സമസ്തമൊക്കെ അവിടെ നോക്കിയിട്ടും ഖുറാഫാത്ത് വല്ലാതെ കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യലായി ഇറങ്ങണം എന്നൊക്കെ ആ ദൗത്യം ഏറ്റെടുത്ത് അയാൾ പ്രത്യേകം രംഗത്തിറങ്ങി. അതിന് പറ്റ കുറച്ച് ആൾക്കാരുണ്ടാക്കി, കുറച്ച് മുസ്ലിയാക്കന്മാരെയും കുറച്ച് മുസ്ലിമീങ്ങളെയും അതിനായി പ്രത്യേകമായി ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ആളുകൾക്കിടയിലേക്ക് ഈ മുഴുവൻ വിശ്വാസങ്ങളും ആസൂത്രിതമായി സുശക്തമായി പ്രചരിപ്പിക്കാനുള്ള പണികൾ അയാൾ ചെയ്തു. അങ്ങനെ ജാറങ്ങൾക്ക് സജീവാക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും എന്തെങ്കിലും പേരിട്ടിട്ട് ഒരു പഴയതായിരിക്കും, പക്ഷെ പേര് പുതിയത്. സാധനം പഴയത്, ആർക്കും വേണ്ടത് കേൾക്കുന്നു. അപ്പൊ ഒരു പുതിയ ബോർഡൊക്കെ വെച്ച് പേരൊന്ന് വലിച്ചു നീട്ടി ഒന്ന് ഉഷാറാക്കിയിട്ട് ഏതോ കാര്യപ്പെട്ട വലിയ രൂപത്തിലാക്കി മാറ്റാം. ഇതെല്ലാ പണി അങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങൾ എന്നെ പോയി നോക്കി, എന്നെ പോയി കൂലിയാക്കുമ്പോ ആ കാണാം SSF 40ാം വാർഷിക ഉപഹാരം. ഏത് വെയിറ്റിംഗ് ഷെഡ്? വെയിറ്റിംഗ് ഷെഡ് കണ്ടാലോ 50 കൊല്ലത്തെ പഴക്കമുണ്ട്. പിന്നെ എന്ത് 40ാം വാർഷിക ഉപഹാരം? വെയിറ്റിംഗ് ഷെഡ് വണ്ടി VK പടിക്കെത്തി അവിടെയും കാണാം, ഷെഡ് പഴയതാണ്, പക്ഷെ ഒരു പുതിയ ഒരു ബാനർ കെട്ടി 40ാം വാർഷിക ഉപഹാരം. എന്ന് പറഞ്ഞ പോലെ ഖബറ് വണ്ടേ കാര്യപ്പെട്ട ഔലിയാക്കി മാറ്റിയാൽ വെച്ച് അങ്ങനെ പോലെ തെങ്ങ് പള്ളിക്കും മദ്രസക്കും വെച്ചിട്ട് അനക്കെ കൊണ്ട് വിറ്റിട്ട് മദ്രസ നടത്തിയത്. ഇന്ന് എവിടുന്ന് വരുമാനം കിട്ടി? ഇന്ന് എവിടെ കിട്ടി? ചില സ്ഥലത്തൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവാം, പക്ഷേ അധികവും ജാറമറ്റാച്ചതായി മാറി. ജാറമറ്റാച്ചതായി മാറി. അവർ ജാറം കിട്ടിയാൽ മതി, എന്നാ പിന്നെ വേജാറില്ല. വളരെ ഭംഗിയായി മഹല്ലക്ക് നടന്നോളൂ എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോണത്. അതിന് മുസ്ലിയാക്കന്മാർ നേതൃത്വം നൽകി. അവരതിന് മാതൃക കാണിച്ചു കൊടുത്തു. ഇത് പാടില്ലെന്ന് പറയേണ്ടവർ കിതാബിന്റെ ഇബാറത്തും ഖുർആനിലെ ആയത്തും പ്രവാചകന്റെ ഹദീസും കാണിച്ചു കൊടുത്തിട്ട് ഇത് പാടില്ലെന്ന് പറയേണ്ടവർ. ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുപ്പയുണ്ടായപ്പോൾ എന്താ പണ്ഡിതന്മാർ ചെയ്തത്? ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് ഫതാവൽ കുബറയിൽ പറഞ്ഞു, വലഖദ് അഫ്താ ജമാഅത്ത് മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹാദിമി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വലഖദ് അഫ്താ ജമാഅത്ത് മിൻ ഉലമാഇ ശാഫിഇയ്യ. ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു ബിഹാദിമി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ. ഇമാം ഷാഫിയുടെ ഖബറിന് മീതെയുള്ള കുബ്ബ പൊളിച്ചു മാറ്റണമെന്ന് ഷാഫി പണ്ഡിതന്മാരുടെ പ്രധാനികൾ ഫത്വ നൽകിയിരിക്കുന്നു. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടതാണെങ്കിലും ശരി, അത് പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഫത്വ നൽകി എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്രയിൽ. അപ്പൊ ഫത്വ നൽകേണ്ടവർ, ഈ ഫത്വകൾ സമുദായത്തെ പഠിപ്പിക്കേണ്ടവർ, ഇത് ശരിയല്ല എന്ന് പറയേണ്ടവർ, അവരാണ് മുമ്പിൽ നിന്ന് നാളുകൾ കാണിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. വയത്തൂക്കാരൻ ബുഖാരി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഇപ്പൊ എല്ലാവരും ബുഖാരി, ഖലീൽ ബുഖാരി, വയത്തൂര് ബുഖാരി, ഇപ്പൊ മുസ്ലിം ഏതില്ല, ഒക്കെ ബുഖാരിയാണ്. അയാള് ഖബറിനെ പോയി കാട്ടിക്കൊടുത്ത രംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം മുസ്ലിയാക്കന്മാരാണ് സമുദായത്തെ യഥാർത്ഥത്തിൽ ഈ തിന്മയിൽ തളച്ചിടാൻ ശ്രമിക്കുന്നത്. മുമ്പിൽ നിന്ന് ഖബറിനെ ചെന്ന് സുജൂദ് ചെയ്ത് മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. മുട്ടുകുത്തി ഖബറിനെ സുജൂദ് രൂപത്തിൽ കമഴ്ന്ന് കിടന്ന് മാതൃക കാണിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാര് അതല്ലേ കണ്ടുപിടിക്കുന്നത്.
എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. മതത്തെ നശിപ്പിക്കാൻ പുരോഹിതന്മാർ തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അവരെന്ത് പറഞ്ഞാലും ആൾക്കാരെ വിശ്വസിക്കും, ആൾക്ക് പത്രമേ ചിലപ്പോ ഉസ്താദ് പറഞ്ഞില്ലേ കിതാബിൽ ഞാൻ വെക്കൂല എന്നാണ് സാധാരണക്കാരന്റെ ചിന്ത. അപ്പൊ ഉസ്താദുമാരോട് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, അത് അപ്പടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ആദ്യം ഉണ്ടാക്കി വെച്ചു. തഖ്രീർ ചെയ്യുക, മദ്ഹബിനെ അന്ധമായി അനുകരിക്കുക എന്നൊരു ഫത്വണ്ടാക്കി കൊടുത്തിട്ട് അവസാനം മദ്ഹബിനെ അല്ല തഖ്രീർ ചെയ്യുന്നത്, ഈ വക മൂലമാര് ഇപ്പൊ തഖ്രീർ ചെയ്യുന്നത്. മദ്ഹബിനെ തഖ്രീർ ചെയ്താൽ എത്രയോ രക്ഷപ്പെടും ഇതിനേക്കാളൊക്കെ. ഇപ്പം മുസ്ലിയാക്കന്മാർ അവരെ യാത്രമായി അനുകരിക്കുന്നത് ഉസ്താദ് ചെയ്തോ പിന്നെ ചോദ്യമില്ല. ഉസ്താദ് അങ്ങനെ ഉണ്ടോ, എവിടെയും വരെ കിതാബിലുണ്ടോ, ചോദിക്കാൻ പാടില്ല. ഉസ്താദ് ചെയ്താൽ അത് അംഗീകരിച്ചു വളർന്ന. ഉസ്താദ് എന്ത് വളർന്നാലും എന്ത് കള്ളക്കഥ പറഞ്ഞാലും പിന്നെ ചോദിക്കാൻ പാടില്ല, അതങ്ങ് വിശ്വസിച്ചോളാം. അത് ഉണ്ടോ അല്ലേ, ശരിയാണോ അല്ലേ, സഹിയാണോ അല്ലേ, ആ ചോദ്യം തന്നെ പ്രസക്തല്ല. ഉസ്താദ് പറഞ്ഞത് പിന്നെന്താ സംശയിക്കുക? ആ ധൈര്യത്തിലാ പല മൂലമാരും പല കള്ളക്കഥയും പന്നിട്ടിട്ട് ആളുകളിൽ തളച്ചിട്ടത്. റഹ്മത്തുള്ളാഹി ഖാസിമി അയാള് മീകായിലുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ കള്ളക്കഥ പറയും. ശ്രദ്ധിക്കാം, എന്തും പറയാൻ ധൈര്യലോട്ടത്തിൽ എത്തിയർത്ഥം. ജനങ്ങൾ വന്ന് പറഞ്ഞു ഇതൊന്നും നിങ്ങൾ തലേ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമയ്ക്ക് വന്ന ആളുകൾ പറഞ്ഞു മഴയില്ല, മഴ വേണം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മഴക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുള്ളാഹിൽ കാര്യം പറഞ്ഞു ദ്വാരല്ല, മീക്കായിലിനോട് പറഞ്ഞോളാ ഞാനെന്ന് പറഞ്ഞു. ഇന്ന് മീക്കായിലിനെ വിളിച്ചു. മീക്കായിൽ വന്നു. അസറിന് മീക്കായിൽ കായൽപട്ടണത്ത് വന്നു. മീക്കായിൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽപട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായിലാണ്. ഇന്നും സദഖത്തുള്ളാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു മീക്കായിലിനെ വിളിച്ചു. മീകായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി. പിരിഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു ഇന്ന് എന്തിനെ നിങ്ങൾ വിളിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബഗാ കൊയ്സൻ, മഴ വേണമെന്നോ, നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണമെന്നോ. വഖദ് നാല മിൻഹു സദഖത്തുള്ളാഹി, അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീകായിൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീകായിലിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽപ്പണത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? കുത്തുബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുള്ളാഹിൽ ഖാഹിരി റളിയല്ലാഹു. ഇവരൊക്കെ എങ്ങനെ കുത്തി ഇതൊക്കെ ശിർക്കാവുക? എന്താ ഈ വിളിച്ചു പറയുന്നത്? എന്റെ തലക്കിന്റെ പറ്റിപ്പോയത്, എന്തൊക്കെ പറ്റിപ്പോയത്? ഇതൊക്കെ എന്താവര് ആരെന്ന് ഈ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? അപ്പൊ ഇതൊക്കെയാണ് മഴത്. നാട്ടിൽ പോയ ഉസ്താദെ മഴയില്ല ദ്വാരക്കീന, നാട്ടിലേക്ക് ദേശം ഇമാണ്ടാവുമല്ലോ. അപ്പൊ ഉസ്താദ് പോയ ദ്വാരക്കില്ല, മീക്കായിനെ വിളിച്ചാണ്. ദ്വാരക്ക് മുസ്ലിമീങ്ങളെ പരിപാടിയില്ല, അതൊക്കെ റസൂലും സാഹിബത്തൊക്കെ ചെയ്തത് നമ്മക്ക് നാമക ഏർപ്പാടൊക്കെ. നമ്മളെ മീക്കായിനെ വിളിക്കുക, അതാ ഓർക്ക് ഇവിടെ എന്തോ ജിന്നും മറിക്കും കേട്ടാ ഓർക്കല്ലോ ദോഷം. നമ്മളും ആ വഴിക്ക് കിട്ടുന്ന ഓളിയാച്ചു സാധനം പോലെന്ന് ഇപ്പൊ ഓർക്ക് മനസ്സിലായി. അപ്പൊ ഏതായാലും മീക്കായിനെ വിളിച്ചു വരുത്തിയിട്ട് സൽക്കരിച്ച് വർത്താനൊക്കെ പറഞ്ഞ അവസാനം പോകുമ്പോ ചോദിച്ചാൽ എന്തിനെപ്പം തമിഴ്നാട്ടിലേക്ക് വരുത്തിയത്? ഞാൻ അവിടെ ആകാശ സുഖമായിട്ട് ഡ്യൂട്ടി ചെയ്തൊക്കെ വേണ്ടി നിങ്ങൾ എന്തിനപ്പം തമിഴ്നാട്ടിൽ വരുത്തി? ഒന്നല്ല, ഇവിടെ ദേശം മഴ വേണമെന്ന. അങ്ങനെ മഴ വാങ്ങി വെച്ചു. ആ മഴ മീക്കായത്ത് വാങ്ങി വെച്ചു. അപ്പൊ എന്താ മഴക്കാലപ്പറ്റി ഇവരൊക്കെ വിശ്വാസം? മറ്റോ സ്വകാര്യത്തെ ആണ് വിളിച്ചെത്തിയിട്ട് എന്ത് വിളിച്ചു? ദേശം മഴ അന്ന പിടിച്ചോ, ഫോണയ്ക്ക് മറ്റേ അങ്ങേപ്പുറത്ത് വിളിക്കുക, അവിടെ ദേശം മഴ കിട്ടാന്ന് അങ്ങോട്ട് പോയാ. ഇതിങ്ങനെ വിളിക്കാനാ മീക്കാൻ ഏൽപ്പിച്ചത്? പച്ചൊന്ന് മനുഷ്യന്മാരെ ഏൽപ്പിക്കാത്തതിന് ഇതിങ്ങനെ പോകുന്നതേക്കാം. മലക്കാൻ ഏൽപ്പിച്ചതിനാൽ കൽപ്പിച്ചതേ ചെയ്യൂ, അതിനപ്പുറം ചെയ്യില്ല. മനുഷ്യന്മാരെ പണിക്ക് പറ്റൂല. പിന്നെ കണ്ടോലെങ്ങാനും കാലത്തിന്റെ ആ ഏതെങ്കിലും സൈസിന്റെ കയ്യിലാണ് എന്താണ്ടാവുക? ആ പഠിച്ചോളത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് ഏൽപ്പിച്ചു. ഒരു ഓരോ കുറിച്ചും കളവ് പറയാം. അവരെ സ്വകാര്യത്തിൽ വിളിച്ചെടുത്തിട്ട് അവർക്ക് വാങ്ങിക്കൊടുത്തു പോകാം. തരക്കടില്ല. റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ അല്ല നീക്കാതെ പറയിച്ചു, അതായത് പിന്നിന്റെ ആയാൽ അതുണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത് നാടമായ പ്രസ്ഥാനം ദ്വാരയ്ക്ക് മഴ ദ്വാരൊന്നും മാറ്റടോ, നമ്മൾ മീക്കായിനെ വിളിക്കാം. ഇത് തെളിവെന്താ? ആ പള്ളിക്ക് ഇന്നും മസ്ലി മീക്കായി എന്നാണ് പേര്. അതാപ്പ തെളിവ്. പേര് പിള്ളേക്ക് എന്തിട്ടൂടെ? ഈ ഖുറാഫത്തൊക്കെ കഴിക്കും സുന്നീനല്ലേ പേര്? അവിടെ വലിയ കാര്യമുണ്ടാകും. പേര് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് കാര്യമൊന്നുമില്ല.
അപ്പൊ മീക്കായിൽ പള്ളിയിൽ പേരിട്ടതുകൊണ്ട് അതിന് കാരണം ഇതാണ് എന്ന് ഏതോറ്റം പങ്കെടുത്തു, അതും വിശ്വസിച്ച് നാട്ടിലേക്ക് വന്നെടുക്കാം. ഇങ്ങനെ ഓരോ പള്ളിക്ക് ഓരോ പേരിട്ട് അവിടെ ഒരു ജാറുണ്ടാക്കി അവിടേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവന്ന് സകലവിധ ഖുറാഫാത്തുകളും നട്ടുവളർത്താനുള്ള ഗൂഢമായ ശ്രമങ്ങൾ. തിരഞ്ഞെടുക്കുക, ഇനി എവിടെ കിട്ടുക, ഇതെന്താ എടുക്കുക, ഓരോന്നിങ്ങനെ പുതിയത് തെരഞ്ഞു പിടിച്ചുകൊണ്ടിരാം. ഓരോ മുസ്ലിയാക്കന്മാരും ഓരോ കോലത്തിൽ ഒരു പുതിയ എന്തെങ്കിലും ചെല്ലുമ്പോൾ കൊണ്ടും ഒരു പുതിയ നിൽക്കണോ, ഒരു പുതിയ എന്തെങ്കിലൊക്കെ ഓന്റെ വക പുതിയത്. കാരണം എന്നാലേ ജനങ്ങൾക്കൊരു റാഹത്തുള്ളൂ. 5 വക്ത് നിസ്കരിച്ച് മുമ്പോട്ട് പോയാൽ നാടന്മാർക്ക് അത് പോരാ. ഒരു പുതിയ മോദം വന്നിട്ട് 32 ആക്കിച്ചാൽ ആൾക്കാർക്ക് സമാധാനം. ഉസ്താദ് വന്നപ്പോ എന്താ ഉസ്താദ് എന്ന് ആൾക്കാർ പറയും. ഉസ്താദിനും കുറച്ച് ഉസ്താദ് ആവും ചെയ്യാൻ പേരിൽ അതിനുള്ള പണി അതൊക്കെ. അപ്പൊ പള്ളി കമ്മിറ്റി ശമ്പളം കൊടുക്കുന്ന ആവശ്യം ചില മുസ്ലിംമാർക്കുന്നു. ഓരോ ശമ്പളം എടുത്ത് ബാക്കി ഇങ്ങനെ കൊടുക്കുക. ഓർക്ക് ആവശ്യം എടുത്തിട്ട് ബാക്കി ഇങ്ങുണ്ട്. ഒരു പള്ളിയുടെ വാർഷിക റിപ്പോർട്ട് വായിച്ചപ്പോൾ കണ്ടു, പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ആരുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയത്. എന്താ പരിപാടി? ഉസ്താദ് പോലെ സ്റ്റാഫാ. എന്നിട്ട് ആ ഉസ്താദ് പള്ളിക്കമ്പനി കണ്ടിട്ട് വായ്പ കൊടുക്കുക. എങ്ങനെണ്ടാവും? ബാങ്ക് കാര്യം വായ്പ കൊടുക്കണ്ട, നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടില്ല, ലേശം പിടിച്ചോളി എന്ന് പറഞ്ഞ് ബാങ്ക് കൊണ്ടിട്ടാനെ കൊടുക്കില്ല. അങ്ങനത്തെ ഓരെ സഹായിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഇവരെ ശമ്പളം പറ്റുന്ന ഈ മുസ്ലിയാര് ഓരെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി തൽക്കാലം വായ്പ കൊടുക്കുക. അപ്പൊ എവിടെ കിട്ടിയത്? സലാത്ത് വിറ്റിട്ട്. സലാത്ത് വിറ്റു, ജാറം വിറ്റ്, മയ്യത്ത് വിറ്റു, അതിന് പേര് പണമുണ്ടാക്കി. അങ്ങനെ മറ്റൊരാവശ്യമുണ്ടോ ഇവന്റേക്കിന് വായ്പാങ്ങ. പുറത്താക്കാനും വയ്യ, പുറത്താക്കാൻ കുടിച്ചു. മോദരെ പുറത്തേക്ക് അങ്ങനെ പുറത്തേക്ക് വാർത്ത കൊടുക്കും. അല്ലെങ്കിൽ പുറത്താക്കുന്ന പരിപാടി ബുദ്ധിയില്ലാത്ത പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. പുറത്താക്കി വെക്കുമ്പോൾ എടുക്കാണ് ഔത്ത് വെച്ചിട്ട് വെക്കി ഇടക്കാരാക്കി നിർത്താൻ കഴിഞ്ഞാൽ അതൊക്കെ നല്ലത്. പുറത്താക്കപ്പെട്ടു, പിന്നെ സ്വതന്ത്രമായി, പിന്നെ ഓരെന്താവാ, എങ്ങനെയാവാ. അപ്പൊ അതുകൊണ്ട് പുറത്താക്കിയത് ആ കിണ്ണിയുണ്ടെങ്കിൽ അവിടെ നിർത്താൻ പറ്റുമെന്ന് നോക്കിയാൽ നല്ലത് എന്ന് പുറത്താക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ട്. പോട്ടെ, എവിടെയായിരുന്നാലും സൂചിപ്പിച്ചത് ഇങ്ങനെ ഓരോരോ പേരും പറഞ്ഞിട്ട് ഓരോരോ ഖുറാഫത്തുകൾ ഏതെല്ലാം സൈസ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരു 2-3-4 ആഴ്ച മുമ്പാണല്ലോ ഇവിടെ കളിയാട്ടം കഴിഞ്ഞത്. സാധാരണ ഇപ്പൊ കളിയാട്ടം കേൾക്കുമ്പോ എല്ലാവരും മനസ്സിലെന്താ എന്തോ ഒരു അവര് അമുസ്ലിമീങ്ങളായ ആളുകൾ അവർ ചെയ്യുന്ന പ്രത്യേകമായ പൂജ്യം കാര്യങ്ങളൊക്കെയാണ്. ആയിക്കോട്ടെ, ഓൾ ചെയ്തോട്ടെ, നമുക്ക് വിരോധമില്ല. ഓല വിശ്വാസപ്രകാരം ഓല ജീവിച്ചോട്ടെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം, ആർക്ക് എന്ത് വിശ്വാസം സ്വീകരിക്കാം, ഏത് വിശ്വാസം സ്വീകരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ഈ കളിയാട്ടം മുസ്ലിമീങ്ങളുമായി വളരെ ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇസ്ലാമായിട്ട് കേട്ടോ, ഇസ്ലാമുമായി ബന്ധമില്ല, മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. എവിടെ? സാക്ഷാൽ മമ്പുറം ചാർത്തിന് കളിയാട്ടമുള്ള ദിവസം വെക്കത് മമ്പുറത്തുണ്ട് എന്നറിഞ്ഞില്ല. മമ്പുറം ഞങ്ങളുടെ കാലത്ത് ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, ഇപ്പൊ തുടങ്ങിയതല്ല, അന്നറിയില്ല. അപ്പോഴാണ് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത്. ഒലക്കെ പേരുമ്പോൾ സയ്യിദും അലിയും അലവൊക്കെ ഉണ്ടല്ലോ. ഈ വക തങ്ങന്മാരൊക്കെ നമ്മൾ ഏതെടുത്താലും അലില്ലാത്ത പേരില്ല, അലവില്ലാത്ത പേരില്ല. അത് മമ്പത്തായാലും പാണക്കാട്ടായാലും ഒക്കെ അങ്ങനെ തന്നെ. എവിടെ ആയിരുന്നാലും അലവിയും അലിയില്ലാത്തൊരു പേര് നമ്മൾ കാണുന്നില്ല. അപ്പൊ എന്തോ ഒരു സംശയം ആവശ്യമായി വന്നിരിക്കുന്നു അർത്ഥം. ഇപ്പൊ മാത്രമേ പറഞ്ഞു. ഏതായിരുന്നാലും ആ ജാലത്തിങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോഴും ആ കളിയാട്ടത്തിന്റെ പ്രഖ്യാപനം. ആ കളിയാട്ടത്തിന്റെ പല രംഗങ്ങളും അരങ്ങേറുന്നത് എവിടെയാ? മമ്പുറം ജാലത്തില. കണ്ടോളൂ നിങ്ങള്, മമ്പുറം ജാലത്തിന് പോയിട്ട് കളിയാട്ടത്തിന്റെ ആളുകള് ഒന്നാകെ ചെന്ന് കുടിച്ചു കൂട്ടാടി തുള്ളുന്ന ആ രംഗം ആ പള്ളിന്റെ മുമ്പിൽ. ഇതും നടക്കുന്നത് സാധാരണക്കാരെന്താ ന്യായം? ഒക്കെ മതസൗഹാർദ്ദം എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കും ചെയ്യും. മമ്പുറം ജാലത്തിൽ നമ്മളാക്കാൻ എന്തെങ്കിലും മമ്പുറം പള്ളിന്റെ മുമ്പിലാ, മമ്പുറം ജാലത്തിന് മുമ്പിലാ ആ രംഗം നമ്മൾ കാണുന്നത്. ഇതെങ്ങനെ കയറി വന്നു? ഇതെവിടുന്ന് വന്നു? ഇതാരാ ഇസ്ലാമിന്റെ പേരിൽ അംഗീകാരവും അനുവാദവും നൽകിയത്? ഇതാണോ ഇസ്ലാം? ഇങ്ങനെയുണ്ടോ? ഇങ്ങനെയുണ്ടോ മതസൗഹാർദ്ദത? ഇങ്ങനെ സൗഹാർദ്ദം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് നിങ്ങൾ മുട്ടും പാട്ടും ചാട്ടും എല്ലാം, ആണും പെണ്ണും എല്ലാം എല്ലാം ഞാൻ കാണാൻ പറ്റുന്നില്ലപ്പോ. അപ്പൊ എല്ലാ ഏർപ്പാടും ഉണ്ട്. എന്നാ ആ കാർത്തിക വരെ പെണ്ണെങ്കാലും ഉസ്താദിനെ പോയി കണ്ട് ഉസ്താദെ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഈ പള്ളികൾ നിസ്കരിക്കട്ടെ ചേ പാടില്ല, ഹറാമാണ്. എന്താ സംഗതി? എന്തേ കാലം? ഇജാബിന്റെ ആയത്തുണ്ട്, ഇജാബിന്റെ ആയത്തുണ്ട്. ഇപ്പൊ ഇവിടെ ആയത്ത്, ഇവിടെ ഇജാബില്ല, ആയത്തില്ല, ഒന്നുമില്ല.
അപ്പൊ അവരാൾക്ക് ലാഭമുള്ളവർക്ക് ഒന്നും പ്രശ്നമില്ല, അല്ലാത്തോ അതിനെ കുറിച്ച് ഫത്വയുണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ സമുദായത്തിന്റെ വിശ്വാസത്തെ തകർത്തു, ആചാരങ്ങൾ തകർത്തു, അനുഷ്ഠാനങ്ങൾ തകർത്തു. ഈ സമുദായത്തിന് ഒന്നാകെ അടിമുടിയോളം ഒന്നാകെ നശിപ്പിച്ച് ഖുർആന്റെയും സുന്നത്തിന്റെയും ആദർശത്തിൽ നിന്ന് ബഹുദൂരം പുറകോട്ട് കൊണ്ടുപോയ ഈ പൗരോഹിത്യം അവസാനം ഈ നേരത്തെ സൂചിപ്പിച്ച കാന്തപുരം മുസ്ലിമിലൂടെ ഇപ്പൊ എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത് പറയാൻ പോലും കഴിയാത്ത ആഗോളത്തിലാണ്. എന്ത് വക പറയാവുന്ന ഞാൻ അടുത്തൊരു ഭാവിയിൽ എന്താ പറയേണ്ടത് ആലോചിക്കാൻ പോലെ. കാരണം ശംസും കമറും സുൽത്താനൊക്കെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അതിനൊന്നും വലിയ പ്രസക്തില്ല, അതിനപ്പുറത്ത് വല്ലതും പറയാൻ പറ്റുമോന്നാ. നബിയാണെന്ന് പറയാൻ വയ്യ, പക്ഷെ പറഞ്ഞുകൂടായില്ല. അതിനേപ്പുറത്ത് പണ്ട് ഖവാരിജികള് ഷിയാക്കള് അലി നബി തന്നെ പറ്റി ആദ്യം പറഞ്ഞു വലിയാണ്. പിന്നെ ചില ഉഗ്രവാദികൾ പറഞ്ഞു അലി നബിയാണ്, വലിയൊന്നല്ല. ജിബ്രീൽ ഇങ്ങനെ വഹയുമായി വന്നപ്പോ അലിക്കാണ് അള്ളാഹ് കൊടുത്തയച്ചത്. പക്ഷെ രണ്ടാളും ഏകദേശം ഒരേ മുഖച്ഛായ ആയതുകൊണ്ട് ജിബ്രീലിന്റെ ആളുമായിട്ട് മുഹമ്മദിന് കൊണ്ടുപോയി കൊടുത്തതാണ്. ഇപ്പൊ ഏതായാലും കൊടുത്തു കുടുങ്ങിയത് നല്ല ബാക്കി കൊടുത്തതേ കൊടുത്തോ എന്ന് അള്ളാഹ് തീരുമാനിച്ചതാണ് എന്ന് ഷിയാക്കൾ ചെയ്ത് വിശ്വസിച്ചു. ഭാരതത്തിലെ മനുഷ്യന്മാര് പറഞ്ഞു അലി പഠിച്ചോൻ തന്നെയാണ്. നബീന്ന് പറഞ്ഞപ്പോൾ അലി അള്ളയാണ്. അപ്പൊ അലി അള്ളാഹു അവരെ കരിച്ചു കളയാൻ ഓർഡർ ഇട്ടുന്ന, കരിച്ചു കളയാൻ ഓർഡർ. അപ്പോൾ പറഞ്ഞു അലി അള്ളാഹ് ഞങ്ങൾക്ക് ഉറപ്പായി. കാരണം തീയോണ്ട് കരിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അപ്പൊ നമ്മൾ കരിക്കാൻ ഓർഡർ ഇട്ടല്ലോ, അപ്പൊ പഠിച്ചോൻ തന്നെയാണ്. അപ്പൊ അന്നുകൊണ്ട് ഈ സൈസ് മനുഷ്യന്മാരെ അർത്ഥം. ചിലര് പറഞ്ഞു അലി മഹദിയാണ്. ഷിയാക്കൾ ഇപ്പോഴുമുണ്ട്. ഇടിവെട്ടുമ്പോ ഒരു അലിയോട് പ്രാർത്ഥിക്കും. അതെന്തിനാ? അലി മഹദിയാണ്, മഹദി ഉപരിലോകത്തുണ്ട്. ആ മഹദിയായ അലിയുടെ ശബ്ദമാണ് ഇടി എന്ന അവരുടെ വിശ്വാസം. ഇടിയുണ്ടാകുമ്പോ അത് അലിന്റെ ശബ്ദമാണ്. ആ അലി കൊരക്കുകയും അലി തുപ്പുകയൊക്കെ ചെയ്യുന്നതാണ് ഇടിയിൽ നിന്ന് മഴക്കേറ്റ് വരുന്നത് എന്നാണ് ഷിയാക്കൾ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം. അവർ അലിയെ പ്രതീക്ഷിക്കുന്നു. മഹദി പ്രതീക്ഷിക്കപ്പെടുന്ന മഹദി അലിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഖിയാമത്തിന് മുന്നോടിയായി അലി ഇറങ്ങി വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പൊ അതും ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനപ്പുറത്തെന്താ പറയാൻ പറ്റാതെ. അപ്പോഴാണ് മറ്റാ ഹസനെ പറഞ്ഞത് അതൊന്നും ഉസ്താദിനെ പറ്റി പറഞ്ഞാൽ അതൊന്നും പോരാ. ഇതിലെന്ത് പറയണം? പടച്ചോൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഉസ്താദിലേക്ക് സാങ്ഷൻ കിട്ടണം. നമ്മളത് മൈക്കത്തിനെങ്കിൽ പെർമിഷൻ വാങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ പടച്ചോൻ എന്ത് ചെയ്യണോ ഉസ്താദരെ ചെയ്യൂല. അത് പകരം പറയുന്നത് അമ്പലക്കിളവ് കേൾപ്പിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കുന്ന ശേഷം പകരം മുസ്ലിയാർ തന്നെ പിന്നെ ഷറഹ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചല്ല. ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചത് ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇവർ കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ അവിടെ പറയാണ്. ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ് കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോകുന്നു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്യമായത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ജീവിക്കുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ജീവിക്കുമോ? ഉസ്താദ് അറിയാതെ ഉസ്താദിനെ ബന്ധപ്പെടാതെ അവിടെ ഒരു ശൂന്യ വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തെ ഒരു കാര്യബോധമുള്ള മുസ്ലിങ്ങളുടെ മുമ്പിലാണ് പറയണത്. ഇത് വളരെ അപ്പൊ ഉസ്താദ് അറിയാതെ അള്ളാഹുവിനൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മൂപ്പയ്ക്ക് തോന്നിയിട്ടുണ്ടല്ലോ. ഇത് എവിടേക്കാ അവരെ പോക്കുക? മറ്റോ ചോദിക്കുന്നു. ആദ്യം പോയിക്കുക അവിടെ. അവര് ആ കൊണ്ടുപോയി ചാടിയിട്ടാണ് മറ്റൊരു മേക്ക് വരുന്നത്. അത് മറന്നിട്ടാ ചോദിക്കുന്നത് എവിടേക്കാ അവരെ പോക്കുകയെന്ന്. ആ വിശ്വാസം ധരിക്കില്ലേ? ഉണ്ട്. വല മഹാമാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. അത് ഏതായിരുന്നാലും ഇങ്ങനെ പകര മുസ്ലിയാര് പറഞ്ഞു, പകര ഹസനി പറഞ്ഞു, AP ഉസ്താദ് അറിയാതെ റബ്ബൊന്നും ചെയ്യൂല. അതിന് ഗൗരവം നോക്കാണ്. ഇതിങ്ങനെ ഈ കാര്യം കീഴ്പ്പെട്ടു, വഹാബികളും കീഴ്പ്പെട്ടു, എല്ലാവരും ഈ കീഴ്പ്പം കൊണ്ടിറങ്ങി. മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ആശ്ചര്യപ്പെട്ട മൂപ്പരുടായ പണ്ട് നിങ്ങളൊന്ന് വിശദീകരിക്കണം. എന്താ വിശദീകരിക്കാൻ? പച്ചമലയാളത്തിൽ പറഞ്ഞതല്ലേ. മൂപ്പര് ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെയൊന്നുമില്ല.
ഞാൻ പറഞ്ഞ അർത്ഥം അങ്ങനെയല്ല, എങ്ങനെയല്ല, മൂപ്പരിനെ പറഞ്ഞോട്ടെ. മൂപ്പരി പറഞ്ഞ വാചകത്തിന് എന്താ അർത്ഥം, എന്താ തകരാറുണ്ടോ ഇല്ലേ, പകരം മുസ്ലിയാർ തന്നെ വിശദീകരിക്കട്ടെ. ശ്രദ്ധിക്കാം. വിശ്വാസമില്ലാത്തതോ ഉറപ്പില്ലാത്തതോ വിശ്വാസമില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറ്റി ഞാൻ കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, പലരും പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ പ്രസംഗിക്കാതിരിക്കൂല. അങ്ങനെയല്ലേ ഉസ്താദിന്റെ അവസ്ഥ? ആരെ പറ്റിയാ പിന്നെ നമുക്ക് പറയാനുള്ളത്? ആരോ കുറെ ആളുകളെ പറ്റി അങ്ങ് പറയുമ്പോ മറ്റേ മുഹീദ്ദീൻ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാരെ കോഴിയും ഉകിയാടങ്ങുമേ മുഹീദ്ദീൻ കോഴിക്ക് യാമത്തോളങ്കൂകും. ഈ സ്വഭാവമാണ് എത്തിസാന്റെ സ്വഭാവം. ഏത് വിഷയത്തിനും ഉപരി വെച്ച് പറയാനുണ്ടാവും, എല്ലാ കാലത്തും പറയാനുണ്ടാവും. എന്താ ചെയ്യൊരു മനുഷ്യൻ അല്ലാഹു തആല എത്ര പൊക്കിയാൽ. ഞാൻ അങ്ങനെ പറഞ്ഞു കാലത്തൊരു പ്രസംഗിച്ചപ്പോ പറഞ്ഞു, അല്ലാഹു എബി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അല്ലോ ബദരീങ്ങളെ കുടുങ്ങി. എബി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രസംഗമെടുത്തിട്ട് എവിടൊക്കെയാണ് എന്നെ മുർത്തദ്ദാക്കിയത് തമ്പുരാനെ? മുർത്തദ്ദാകാത്തവരോ നാലും ഇതിപ്പോ മുപ്പര് പറഞ്ഞത് കാഫറായി പോവില്ല. അത് പറയാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്ന് എന്നോട് ചോദിക്കാം. ഞാൻ പറയുന്നത് ഭാഷാപരമായിട്ടോ നമുക്കൊക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ കള്ളത്തരം കാട്ടെന്ന് പറയരുത്. എന്നോടും ചോദിക്കേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഞാൻ പറയാ ഒരർത്ഥം വെക്കും. ഇതിനർത്ഥം എന്താ? എബി ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുമെന്ന് തോന്നുന്നില്ല. വാസ്തവത്തിൽ വളരെ ബോധത്തിൽ പറഞ്ഞ വാക്കാണത്. ഇതിനർത്ഥം പറയുന്ന കേൾക്കണം നിങ്ങൾക്ക്. എ പി ഉസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പറഞ്ഞാൽ എന്ത് സംഭവിക്കും അത് വേറൊരു കാര്യം. ഇവർ പറഞ്ഞാലും മുർത്തതൊന്നും ആവൂല, അത് കിതാബ് ഓതണം എന്നാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? മുർത്തതൊന്നും ആവൂല. ആരാ മുർത്തത്താവല്? മുർത്തത്താകണമെങ്കിൽ മുഴുവനും മുർത്തത്താകണ പണി. അപ്പൊ ഒന്ന് സ്ട്രോങ് കുറക്കാൻ വേണ്ടി മറ്റേ വിശദീകരിപ്പിച്ചതാണ്. അവസാനം എന്തുണ്ടായി? ഉസ്താദ് ചോദിക്കാതെ പുറത്തും ചെയ്യുക എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും മുത്തണ്ടാവൂല. ആ കിതാബ് ഓതിയേ തിരിയുള്ളൂ എന്നാണ്. ആ കിതാബ് ഓതിയാ വയ്ക്കുന്ന കുഴപ്പം. ആ സൈസ് കിതാബേ ഓതിക്കൊള്ളൂ. അങ്ങേപ്പുറത്ത് ഒറിജിനൽ കിതാബ് അപ്പുറത്തുണ്ട്. നാളേക്ക് കിതാബ് നാളെ എന്ന കിതാബുണ്ടല്ലോ, അതൊന്നും ഓതിയിട്ടില്ല. അത് ഓതിയാ മനസ്സിലാവും മുത്തത്തോട് അങ്ങേപ്പുറാവുന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് മൂപ്പര് ആദ്യം പ്രസംഗിച്ചു ഉസ്താദ് അറിയാതെ അതൊന്നും ചെയ്യുന്ന തോന്നുന്നില്ല. പിന്നെ പറഞ്ഞു ഉസ്താദ് ചോദിക്കാതെ അതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞാലും മുത്തന്താണ് അവസ്ഥയൊന്നുമില്ല. അപ്പൊ ഞാൻ അതും പറയാം, അത്ര വലിയ വേദാറാകാൻ സംഗതിയൊന്നുമില്ല. പറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് പോരിക്കൊന്നും വേണ്ട എന്ന സൂചനയാണ് മൂപ്പരായ്മ കൊടുത്തത്. ഇങ്ങനെ ഇയാളെ കുറെ മതത്തിൽ കുറച്ച് കാലമായി പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലത്ത് ഇവിടെ വയലിനൊക്കെ വിഷയാതാ. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ പണ്ട് പ്രസംഗിച്ചു പോയില്ലേ, ആരാണ് കാന്തപുരം ചോദിച്ചാൽ എന്നറിഞ്ഞു. അപ്പൊ നമ്മളും പറഞ്ഞു ആരാണ് കാന്തപുരം, അതോടെ വൃത്തിയും ചെയ്തു. അതൊക്കെ മനസ്സിലായി ഈ സാധനം എന്താന്നുള്ളത്. ഇങ്ങനെ കുറച്ച് കാലമായി ഇയാളെ മതം പറഞ്ഞ് കൊണ്ടുവരാ. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ഒരു നാടകം ഉള്ളിൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇങ്ങനത്തെ സംഗതികൾ ഇങ്ങനെ മെല്ലെ 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 അവിടുത്തെ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയത്. അതിന് ചില ആളുകൾ ശബ്ദം കെട്ടി അവരെങ്ങനെ തുടങ്ങി പറച്ചത്. എന്നിട്ട് അവസാനം ഇയാളാണ് ഇപ്പൊ എല്ലാം. ഇയാളും ഇയാളെ ഗ്രൂപ്പ് പെട്ടോടും. അയാളെ ഗ്രൂപ്പ് പെട്ട വലിയ അയാൾ അപ്പുറം പോയാൽ വളവിലില്ല. ആ കോലത്തില മയ്യത്തൊഴുകി കിട്ടിയോ, ജാനമൊഴുകി കിട്ടിയോ, പിന്നെ അയക്കാളും വലിയ വലിയ ലോകത്ത് പറഞ്ഞില്ല. മമ്പരം ജാനമൊഴുകി കിട്ടിയില്ല, അതോട് അതിന്റെ മഹത്വം പോയും ചെയ്തു. മമ്പരം ജാന എ പി സിനെ കിട്ടിയില്ല, അതോട് എ പിക്കാൻ നിർത്തി. ചോദിച്ചോക്കെ എ പി എന്താണ് മമ്പുറത്തൊക്കെ അവിടെ എന്താല്ല പഴയ മരിപ്പ ഫൈലില്ല എന്നാണ്. ഫൈല ഒരിക്കില്ല, ശരിയാണ്. ഓർക്ക് ഫൈലില്ല, ഫൈല കൊണ്ട് വാൾഹുണിക്കാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് പോക്കില്ല. എപ്പം കൂടിയാലോ പിന്നെ അതിനേക്കാളും വലിയ മഹാഭാരത്തില്ലതാണ്. അങ്ങനെയല്ലേ കുണ്ടൂരൊക്കെ ഔലിയായത്. കുണ്ടൂര് ഈക്കിന്റെ ഒപ്പാണെങ്കിലോ ഒരു പ്രത്യേകത ഓരോ പറയും അയാൾക്ക് വിധാനം തന്നെയാണ്. ഇപ്പൊ അത് പറയാൻ നമ്മളേ ഉള്ളൂ, കാരണം പല ആളായി പോയിരുന്നുണ്ട്. സംഗതി അയാളിവിടെ കുപ്പായിട്ടു ഇടാതെയും ഒക്കെ എല്ലാവർക്കും അറിയാലോ. ചിലപ്പോൾ നിസ്കരിക്കൂല, ചിലപ്പോൾ നിസ്കരിക്കൂല, ചിലപ്പോൾ ഔലിയേക്ക് നയിച്ചു. ഇപ്പൊ ഔലിയായി വരുന്ന കാലത്ത് തക്കാട് പള്ളിക്ക് നിസ്കരിക്കാൻ കയറി. അപ്പൊ ഇയാളെ ഔലിയനെ അറിയാത്ത സാധാരണക്കാരൻ മൂപ്പര വേക്കിന് മൗനമായി കൂടി. അറിയില്ല ഇയാൾ ഔലിയെന്നുള്ളൂ. മൂപ്പര് ഫാത്തിഹ സൂറത്തൊക്കെ ഓതി റുക്കൂഉം കഴിഞ്ഞ് ഏറ്റുകാരും കഴിഞ്ഞ് സുജൂദിക്ക് പോയി. പിന്നെ യാതൊരു ഒച്ചപ്പാടുമില്ല. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ മറ്റോ എല്ലൊന്ന് തല പൊന്നിച്ച് നോക്കുമ്പോ ഇയാളെ കാണല്ല, മൂപ്പര് പെട്ടിട്ട് പോയിക്കണേ.
മൂപ്പര് സൂട്ട് കേസ് എടുത്ത് ഇറങ്ങിപ്പോയി. കാരണം മൂപ്പര് 4 റക്അത്ത് മര്യാദയ്ക്ക് നിസ്കരിച്ചിട്ട് സലാം വിട്ടാല് പിന്നെ അയാളും ഇപ്പം എന്താ വ്യത്യാസമുള്ളത്? അപ്പൊ ഔലിയാകുമ്പോ എന്തേ വ്യത്യാസം വേണ്ടേ? മൂപ്പന്റെ ഒരു സുജൂന്ന് കഴിച്ചിട്ട് മെല്ലെ പെട്ടിട്ട് എന്താ ഈ സാധനം മുണ്ടിക്കൂടെ ഞാൻ പോകാറുണ്ട് ഓരോ ബാക്കി നിസ്കരിച്ചാലോ. അപ്പൊ ഈ കോലത്തിൽ ഓരോരോ വിരാന്തന്മാര് വേറൊന്നുമല്ല. പോയ പാപ്പ അത് അതിന്റെ വേറെ ഒരു പതിപ്പ്, CM വഴിയുള്ള വേറെ പതിപ്പ്. പക്ഷെ CM-ന്റെ മയ്യത്തിട്ടില്ല, അത് മറ്റോ തട്ടിക്കൊണ്ടുപോയി. മരിക്കോളം കൊണ്ടത് ഞങ്ങളാള് പറഞ്ഞിട്ട് മരിച്ചപ്പോ മയ്യത്ത് മറ്റൊരുത്തി. കാരണം ഖബർസ്ഥാൻ ഈ സുഞ്ഞാളെടുത്തു. ഇന്നലെ AP സുഞ്ഞാളിൽ അങ്ങേപ്പുറത്ത് ഒരു CM സെന്റർ വേറെ ഉണ്ടാക്കി. CM സെന്റർ വേറെ ഉണ്ടാക്കി. എന്താ മയ്യത്ത് അവിടെ ആയിക്കോട്ടെ, CM ഞങ്ങളിൽ തന്നെയാണ്. ഇങ്ങനെ തട്ടിപ്പിടുന്നത് ഓരോന്നും തട്ടിപ്പിടിച്ച് ഏതെല്ലാം സൈസ്. ഈ ചങ്ങായി ഈ പകര ചങ്ങായി ഉണ്ടല്ലോ, അയാള് പരിചയപ്പെട്ട ഓരോ ഔലിയാക്കുമ്പോൾ 1-2 ഞാൻ കാണിച്ചാ മൂപ്പര് പറയട്ടെ. ഒരു ഇച്ചമസ്താൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സാധനം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്ന് കൊണ്ടുവരാ പുതിയ പുതിയ ഖുറാഫാത്തുകൾ പറയട്ടെ. വലിയ മഹാനാണ്, എത്ര കറാമത്തുള്ളവരാണ്. ആശിഖുർ റസൂലായിരുന്നു. അതുപോലെ തന്നെ ഇച്ചമസ്താൻ, കണ്ണൂരി ഇച്ചമസ്താൻ. ഇച്ച എന്ന് പറഞ്ഞാൽ പ്രേമം, ഇഷ്ക്, അള്ളാഹുവിനോട് നബിയോടുമുള്ള ഇഷ്കുള്ള മസ്താൻ, ഇച്ചമസ്താൻ. എല്ലാവരും അങ്ങനെ പറയും. കണ്ണൂരുകാരനാ. എത്ര വാട്ടാപാട് റസൂലുള്ളാഹിന്റെ ഇഷ്ക് തന്നെ. ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല, ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല. പക്ഷെ സ്വർഗത്തെ തീരെ കൊതിച്ചിട്ട് നരകത്തെ തീരെയും പേടിയില്ല. ഞാൻ മറന്നുപോയി. ഇച്ച പച്ചയിൽ കച്ചവടമൊന്നും ചെയ്തിട്ടില്ല, നരകത്തെ പേടിച്ചിട്ടില്ല. ഞാൻ അമൽ ചെയ്തത് അല്ലാഹുവിന്റെ അടിമയാണ് നിനക്കാണ് അമൽ ചെയ്യുന്നത്. നരകത്തിലുള്ള കറുത്തെന്ന് പറഞ്ഞാലും അമൽ ചെയ്യണം. ഞാൻ എന്നെ നരകത്തിലിടുന്ന് പറഞ്ഞു. ഒരു മൂരി നമ്മളെ പരിയിൽ കൊണ്ട് പോച്ചുന്നുണ്ട്. ആ മൂരിനോട് പറഞ്ഞ് നമ്മൾ അതിന് കേൾക്കാൻ കഴിയുമെങ്കിൽ നാളെ എന്നെ അറക്കാനുള്ളതാ. ഇന്ന് ഈ സ്ഥലത്തുനിന്ന് നീ പൂട്ടിക്കാട്ടിക്കാൻ പറഞ്ഞ ആക്രവാശി പറയാം. പൂട്ടിക്കാട്ടിക്കാന്ന് പറഞ്ഞാൽ പൂട്ടിക്കൊടുക്കണം മൂരി. നാളെ അറക്കും പറഞ്ഞാലുമാണ് മൂരി അത് ചെയ്യുക. കാരണം അടിമയാണ്. എന്നാ ഈ മൂരിയെ പടച്ചത് ഈ യജമാന ഈ ഉടമയല്ല. എന്നാ അള്ള നമ്മളൊക്കെ പഠിച്ചതിന് നമ്മളെ നാളെ നരകത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ 100 അസുഖം നിൽക്കരുതണം. അതാണ് നരകത്തെ തീരെയും പേടിയില്ല, സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടുമില്ല എന്നതിൽ പറയുന്നത്. പിന്നെ അള്ളാഹുവേ നിന്റെ ലിഖാഇനി തരണേ. ഞാൻ പാട്ട് മറന്നുപോയി. എന്തോ ഒരു പാട്ടായിരുന്നു ഇച്ചമസ്താന്റെ പാട്ട്. റസൂലുള്ളാഹിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയൊക്കെ. ഉരുന്തിടടാ ചെറി പുരുന്തിടടാ കാമച്ചെറി പുരുന്തിടടാ, ഉരുന്തിടടാ കാമച്ചെറി പുരുന്തിടടാ, കാമച്ചെറി പുരുന്തിടടാ. മൂപ്പര് പാട്ട് എന്റെ ഒരു വരിയാണ്. പിന്നെ ദക്ഷിണേന്ത്യ കണ്ടുപോ. അതെ, എന്താ പാട്ട്, ഭയങ്കര പാട്ടാ. മൂപ്പര് നരകം പേടില്ല, സ്വർഗം പൂതിയില്ല. ഇതാ ഞാൻ പറയും, സാക്ഷാൽ ഭക്തരതാണ്. ലേശ ഈമാനുള്ളവന് നരകത്തെ പേടിക്കാൻ നിൽക്കുമോ? അല്ലാതെ അമ്പിയാക്കളെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയല്ല. അവരൊക്കെ നമ്മോട് പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും നമ്മുടെ അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും അവർ നമ്മോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആയിഷാ ബീവി പറഞ്ഞു, അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും അധികമുള്ള പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബേ നരകശിക്ഷയെ കാക്കണേ. എല്ലാ നമസ്കാരത്തിലും അത്തഹിയ്യാത്തിൽ നബി ഞങ്ങൾ ദുആ ചെയ്തു, നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നാല് കാലത്തിൽ രക്ഷ നേടണം. അതുകൊണ്ടെന്താ? വമിൻ അദാബിന്നാർ. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار. ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലത്തോട് റബ്ബേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെയെങ്ങാനും സഹാബിമാരുടെ മക്കൾ നമസ്കരിച്ചാൽ സഹാബിമാർ അവരെ കൊണ്ട് ആ നമസ്കാരം മടക്കി നിസ്കരിക്കുമായിരുന്നു എന്ന് പോലും കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ. സഹാബത്ത് ഒരു ചെറിയ മക്കൾ നിസ്കരിക്കുമ്പോ അത്തഹിയ്യാത്തിൽ ഈ പ്രാർത്ഥന നിർവഹിച്ചില്ലെങ്കിൽ 4 കാര്യ പറഞ്ഞത്. ഒന്ന് ഖബർ ശിക്ഷ, മറ്റൊന്ന് നരകശിക്ഷ, മറ്റൊന്ന് മഹ്യാഉൽ മമാത്തിലെ ഫിത്നകൾ, അതേപോലെ മസീഹുൽ ദജ്ജാലിലെ ഫിത്ന. 4 പ്രധാനമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന മക്കൾ പ്രാർത്ഥിക്കാതെ അവരെങ്ങാൻ നമസ്കാരം സലാം കിട്ടിയാൽ സഹാബത്തായ വാപ്പമാര് അവരോട് രണ്ടാമത് നിസ്കരിക്കാൻ പറയുമായിരുന്നു. അതാണ് ആ ദുആന്റെ പ്രത്യേകത.
എന്നിട്ട് പറയാ നരകം പേടില്ല, സ്വർഗം പൂജിച്ചിട്ടില്ല, അർക്കാൻ കൊണ്ടാണ് മൂരിനെ പോലെയാണ്. മനുഷ്യന്മാരെ മുഴുവൻ മൂല്യം പൂർത്തമാക്കിയിട്ടാണല്ലോ ഇവരെ അടക്കി വലിക്കുന്നത്. അപ്പൊ പിന്നെ ആ വക ഉദാഹരണം ഒരു പറയുന്നു. അപ്പൊ അതാണ് ഊരാവില്ല. അപ്പൊ മൂപ്പര കറാമത്ത് പല മൂപ്പര സവിശേഷത. ഈ വേറെ സൈസിനെ മൂപ്പര പരിചയപ്പെടുത്തട്ടെ, അത് കുറച്ചുകൂടി വിഷമുള്ള സൈസാ. അത് ഇയാൾ തന്നെ പറയും, ശ്രദ്ധിക്കുക. അതാണ് ദുരുസ് നടക്കുമ്പോൾ കക്കൂസിന്റെ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഒഴിഞ്ഞ കുറ്റിപ്പൊന്തകളിലേക്ക് നീങ്ങിയിരുന്ന കാലത്ത് രാത്രിയിൽ ഉസ്താദ് കക്കൂസിൽ പോയി വരുമ്പോൾ ഉസ്താദ് ഒരു മൂർഖൻ പാമ്പ് കടിക്കുകയാണ്. ഉടനെ തന്നെ മരിക്കുന്ന വിഷമുള്ള ഈ പാമ്പ് കടിച്ച ഉടനെ ഉസ്താദ് അനാരം പിടിച്ചുകൊണ്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു തട്ട് തട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. ചെന്നു നോക്കുമ്പോൾ ആ പാമ്പ് ഉസ്താദിന്റെ വിഷമേറ്റ് ചത്തിരിക്കുന്നു. സത്യാണ്. ആ പാമ്പ് മാത്രം ചത്തു. ഒരുപാട് മനുഷ്യന്മാർക്കും ഈ ഉസ്താദുമാരെ വിഷമേറ്റിട്ടുണ്ട്. അപ്പൊ പാമ്പിനേക്കാളും വിഷം ഉസ്താദിന. അതെങ്കിലും മുമ്പ് സത്യം പറഞ്ഞല്ലോ. ഇതാണ് മുജാഹിദികൾ പണ്ട് കൂട്ടരെ ഈ ചങ്ങായിമാരൊപ്പം കൂടെ ഉണ്ട്. അത് വിഷമുള്ള സാധനമാണ്. മറ്റൊരു ജീവനെ പോകുള്ളൂ, ഇത് ജീവനല്ല, ഇത് പരലോകമാണ് പോവുക, മൊത്തം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ അതാണ് പിന്നുണ്ടായത്. ഒപ്പം കൂടി എന്തായി? ഇപ്പൊ അവസാനം എന്താ വിശ്വസിക്കേണ്ടത് അറിയില്ല, എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഉസ്താദിന്റെ എന്താ കൊണ്ടുവന്ന് കാത്തിക്കുക, അതിന്റെ മുടി കൊന്നു, പിന്നെ പൊടി കൊന്നു, ഇനിയിപ്പോ എന്താ കൊണ്ടുവരിക എന്ന പ്രതീക്ഷയിലാണ് മറ്റോ കാത്തിക്കുക. എന്തൊന്നാലും വേണ്ടില്ല, സമീന അത്തോയില്ല എന്ന് പറഞ്ഞ് കയ്യും വിട്ട് സ്വീകരിക്കാൻ ഒരു കാത്തിക്കുക. ആദ്യം മുടി വെച്ച കൈ ഇറങ്ങി, ഒരു മുടി ആദ്യം കൊണ്ടുവന്നു, പക്ഷെ അത് വേണ്ടത്ര ക്ലിക്കായില്ല. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പ്രൊഫസർ ഉണ്ടാവും, ചില പൈസ ഒക്കെ കിട്ടും, പക്ഷെ വിചാരിച്ചത്ര മാർക്കറ്റ് നടന്നില്ല അതിന്റെ പേര്. അപ്പൊ അതും എല്ലാവരും മൂലക്കിൽ വെച്ചു. പിന്നെ അതിനേക്കാളും പോലീസല്ല, വേറെ മുടി കൊണ്ടുവന്നു. അതാണ് ഇപ്പൊ അവസാനം മൂപ്പര് കൊണ്ടുവന്ന് കുടുങ്ങിയ മുടി. ആദ്യം കൊണ്ട മുടി അത്രാണ്ട് മൂപ്പര് കാര്യം വെച്ചിട്ടില്ലായിരുന്നു, അത് ചെറിയ കഷ്ടമായിരുന്നു. ഇപ്പൊ കൊണ്ട് വലിയ മുടിയാണ്, അത് ഒന്നാകെ മൂപ്പരെ ചുറ്റി വരിഞ്ഞ് ആകെ ഇടങ്ങാറായി നിൽക്കുക. അപ്പൊ എങ്ങനെ രക്ഷപ്പെടാന്നറിയാതെ മൂപ്പര് കുടുങ്ങിക്കാം. അങ്ങനെ ഈ മുടിയുടെ രണ്ടാമത്തെ മുടി കിട്ടിയപ്പോ, ഒന്നാമത്തെ മുടി കിട്ടിയപ്പോ ഇല്ലാത്ത പോലീസാ. ഒന്നാമത്തെ മുടി കിട്ടിയപ്പോ അത് റസൂലുള്ളാഹിനെ പറഞ്ഞത്, പക്ഷെ അന്നില്ലാത്ത പോലീസാണ് രണ്ടാമത്തെ മുടി കിട്ടിയപ്പോൾ എന്തെല്ലാം പറഞ്ഞു. ആ മുടിന്റെ മഹത്വവും അതിന്റെ പോലീസയും അത് ആയത്തും ഹദീസും വെച്ചിട്ട് അതിങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് ആളുകൾ ഒന്നാകെ അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സ്വപ്നം കണ്ടു. പക്ഷേ ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണ്, ഇപ്പോഴും സ്വപ്നത്തിലാണ്. അന്ന് ഈ പകല മുസ്ലിയാലും അതുപോലെ പേരോട് മുസ്ലിയാലും ഓലൊക്കെ പണ്ട് ഇഹ്റാം കെട്ടിക്കിട്ട് ഇറങ്ങി. ഇത് എങ്ങനെങ്കിലും ഈ കച്ചവടങ്ങൾ വിജയിച്ചു. ഉസ്താദ് രണ്ടാമത്തെ ശ്രമ ഒന്നാലും നടത്തി, അത് പരാജയപ്പെട്ടു. രണ്ടാമതായി ഈ കച്ചവടത്തിൽ ഇറങ്ങുന്നത് ഇതെങ്കിലും വിജയിച്ചില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാണ് എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഒരു ഇറങ്ങി പരമാവധി വിജയിപ്പിക്കാൻ നോക്കി. എന്തെല്ലാം ആ മുടിനെ പറ്റി പറഞ്ഞു. ഈ പകല മുസ്ലിയാർ തന്നെ ആ മുടിനെ കുറിച്ച് അന്ന് പറഞ്ഞ അതിന്റെ മേന്മകൾ ഇപ്പൊ ഒന്ന് കേൾക്കുന്നതല്ല. അപ്പൊ എല്ലാം പോയ സമയത്ത് ഒന്ന് പഴയത് കേട്ടാൽ അത് കുറച്ച് നല്ലതാ നമുക്ക്. കുട്ടി പറയട്ടെ ആ മുടിയുമായി ബന്ധപ്പെട്ട അതിന്റെ മേന്മകൾ. അത് 3-4 എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്നി വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയനും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. അതെ, അപ്പൊ ആ മുടി റസൂലുള്ളാഹിനെ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പുള്ളാണത്. അതെടുത്ത് തീയമ വെച്ച് നോക്കും, അപ്പൊ കരിയില്ല. അപ്പൊ ഉറപ്പായി റസൂലുള്ളാഹിന്റെ ആണ്. പിന്നെ എന്തേ ഇപ്പൊ വെച്ചുകൊടുക്കാത്തത്? അത് വെച്ചുകൊടുത്താ പോലെ ചിലപ്പോ ചങ്ങായി അതും ചെയ്യൂട്ടോ. ഇപ്പൊ അത് അയാൾ തീയമ വെച്ചാലും ചെയ്യിക്കാൻ പറ്റില്ല. അയാൾ ഇപ്പൊ മുടി കത്താതൊക്കെയുള്ള പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ട് അതിന് മുക്കി കൊണ്ടുവന്ന് ചെയ്യും, തീമെന്ന് വെച്ചു കൊടുക്കും. കണ്ടോ കത്തുന്നില്ല, തക്ബീറും ചൊല്ലി പാസ്സാക്കും ചെയ്യും. അപ്പൊ അയാളിന് എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. അയാളിൽ നിന്ന് തീക്ക് കാര്യമാവും ശരി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉമ്മത്ത് രക്ഷപ്പെടുന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല.
ഏതായാലും ഈ കോലത്തിലാണ് മുടിന്റെ മഹത്വം പറഞ്ഞത്. അപ്പൊ അവിടെ പറഞ്ഞ മുടി കത്തിച്ചു നോക്കി, കത്തുന്നില്ല. പിന്നെ പറഞ്ഞെന്താ, വിക്രം സാത്തും കേട്ട മുടി ഇങ്ങനെ ഇളകാണ്. വിക്രം സാത്തും കേട്ടാല് മുടി ആടുക, മുടി ചാടുക, മുടി തുള്ളുക, ഇതൊക്കെയാണ് പതിവ്. പറട്ടെ മൂപ്പര പറയാനല്ല അങ്ങനത്തെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മൗലിദ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഹർ മുബാറക്ക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും തിരിഞ്ഞും കൊണ്ടുമിരിക്കും ജീവനുള്ള പോലെ. മൗലിദ് തുടങ്ങിയാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇത് കാണിച്ചതോ എന്ന് പറയുന്നു. സഹോദരന്മാരെ, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്ക് ഫാന് കൊണ്ടല്ല തിരിയുന്നത്. അതങ്ങ് മൗലിദ് ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടിരിക്കും. കൂടി നിൽക്കുന്ന മുടികൾ അടർന്നു നിൽക്കുന്നതാണ് മൗലിദും സ്വലാത്തും ചൊല്ലിയാൽ. എത്ര അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ ഷഹർ മുബാറക്ക് പുറത്തേക്കെടുത്താൽ കാർമേഘം വന്നതിന് തണലിട്ട് കൊടുക്കും. അദ്ദേഹം പറയുന്നു, എത്ര സംഭവം, ആരോട് ഇതൊക്കെ പറയാം. അതെ, ആരോട് പറയാം? സ്വന്തം അനുയായികൾ പോലും വിശ്വസിക്കണില്ല. അപ്പൊ മൂപ്പര് പറയാം, ഇതൊക്കെ ആരോട് പറയാനാ? സംഭവം കുറെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. മൂപ്പ ഇങ്ങനെ ഉറപ്പാ, അത് വിശ്വസിക്കൂലാന്ന്. അപ്പൊ നിൽക്കുന്നില്ല, മുടിങ്ങനെ ഇളകുക, സലാത്ത് കേട്ടാ മുടിങ്ങനെ ആടുക, അതിങ്ങനെ തുള്ള, ജീവനുള്ളത് പോലെ. പക്ഷെ ആരോട് പറയാ? ഉസ്താദും കുട്ടി ഒപ്പം എന്ന് പറയാൻ നല്ലത്. ശിഷ്യ ഉസ്താദിനോട് പറയാ, ഉസ്താദ് ശിഷ്യനോടും പറയാ. രണ്ടാൾക്ക് തമ്മിൽ സമാധാനിക്കാം, വേറെ മാർഗമൊന്നുമില്ല. മുസ്ലിം സമുദായം അതൊക്കെ ഏകദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ചിലപ്പോ മുടിന്റെ എണ്ണം കൂടും. രണ്ടെണ്ണം സൂക്ഷിച്ചു വെച്ച് ഏതാനും മാസം കഴിഞ്ഞാൽ അതതാ വിരിഞ്ഞിറങ്ങി മൂന്നാമത്തെ നാലാമത്തെ കുട്ടികളും മക്കളും പെരകുട്ടികളായിട്ട് മുടി അങ്ങനെ പ്രയാണം തുടരുകയാണ്. അതും മൂപ്പലെന്നെ പറഞ്ഞു, മറ്റൊക്കെ മൂപ്പലിന് വന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക്ക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1 or 2 ഷഹർ മുബാറക്ക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3ഉം 4ഉമായത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, അപ്പൊ കണ്ടോ, 2 വെച്ച് കുറച്ച് കാലങ്ങൾ തുറന്നു നോക്കുമ്പോ 3ഉം 4ഉം ആയിട്ടുണ്ട്. അപ്പൊ ഉൽപാദനം നടക്കുന്നുണ്ട്, മുടി പ്രസവിക്കുന്നുണ്ട്. അതിങ്ങനെ വിരിഞ്ഞിറങ്ങി കുട്ടികളായിട്ട് കുറച്ച് കഴിയുമ്പോ കുട്ടികളുണ്ടാവും, പിന്നെ ഓരോ മക്കളുണ്ടാവും. അങ്ങനെ മൂപ്പര പരമ്പര വെച്ച് ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആടുന്നു, ഇളകുന്നു, ചാടുന്നു, അതേപോലെ വിരിഞ്ഞിറങ്ങുന്നു. മാത്രമല്ല നീളം കൂടുകയും ചെയ്യുന്നു. അതെന്തെന്ന് വെച്ചാല് വലിയ മുതിർന്നപ്പോ ആൾക്കാർ കണ്ടപ്പോ മനസ്സിലാക്കിയ ഇതെന്തായാലും ബോംബെന്ന് കിട്ടിയോ ശരിയായിരിക്കാം, പക്ഷെ അത് റസൂലുള്ളാഹിന്റെ കൂടെയല്ല, ബോംബെന്ന് പലതും കിട്ടുമല്ലോ, അവിടെ നീളുള്ള പലതും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിൽപ്പെട്ടതായിരിക്കാം എന്ന് സാധാരണക്കാർ ചിന്തിച്ചു. അപ്പൊ എന്റെ ഉസ്താദ്, നിങ്ങൾ ഇത് ആദ്യം ആലോചിച്ചില്ല, എത്ര വലിയ മുടിയിട്ട് വരുമ്പോ നിങ്ങൾക്ക് ലേശൊക്കെ ബുദ്ധി ഉണ്ടാവൂലേ, ഒന്ന് ആലോചിച്ചോ. ഇതൊക്കെ മനുഷ്യന്മാരെ വിശ്വസിക്കൂലാന്ന്. ഇനിയിപ്പോ എന്താ കാട്ടുക? എന്തേ ഫത്വ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ഫത്വ എന്ത്? മുടിങ്ങ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. മുടി നീണ്ടുകൊണ്ടിരിക്കുന്നു. അത് മൂപ്പരന്റെ ഫലം. നമുക്ക് മൂപ്പരെ വിടാം, മൂപ്പരൻ അതും കൂടി പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ മൂപ്പർക്ക് പോവാണെങ്കിൽ അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഹർ മുബാറക്ക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഹർ മുബാറക്ക് പിന്നീടെടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. അത് വെല്ലുവിളിച്ച് ഒരു 150 കൊല്ലം മുമ്പ് ജീവിച്ച ബാലകാന്തപുരണ്ട്, അയാളെ കിതാബിനായി വായിക്കണം. യൂസുഫിന്റെ ബുഹാരി എന്ന് പറയുന്ന അന്നത്തെ കാന്തപുരം, അയാളെ എഴുതിയ കിതാബ് അതിന് വായിച്ചിട്ട് ഫത്വണ്ടാക്കിയപ്പോ നീളം കൂടും. അളവടക്കം 1.7 മുതൽ 2.8 വരെ ഒരു കൊല്ലത്തിലെ വളർച്ച. അപ്പൊ അങ്ങനെ ഒരു 1400 കൊല്ലം കൂട്ടിയാൽ ഇപ്പൊ കിട്ടിയ മുടിയൊന്നും വലിപ്പം പോരാ, കുറച്ചുകൂടി വലിപ്പം വേണം. ഏകദേശം 10-30 മീറ്റർ ഒക്കെ ഉണ്ടാവും ഒരു 1400 കൊല്ലം കൂടെ നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ. അപ്പൊ നീണ്ടാലും ബേജാറില്ല. എന്നാല്
അങ്ങനെ നീളാൻ പറ്റുമോ, നീട്ടാൻ പറ്റുമോ? എന്താണ് റസൂൽ പഠിപ്പിച്ചത്? എന്തായാലും അതിന് ചര്യത്ത അതും മുസ്ലിയാക്കന്മാർ തന്നെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അത് പേരോട് മുസ്ലിം പറയും. ആ പറയുമ്പോ ഈ കൊണ്ടുവന്ന മുടി കാണും ചെയ്യാ, പേരോടിന്റെ ശബ്ദം കേൾക്കും ചെയ്യാ, രണ്ടും കൂടെ ഒന്നിച്ചനുഭവിക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചുവടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാണെന്ന് ആൾക്ക് വെക്കാൻ ഹറാമാണെന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്ത. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാൻ ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിയാ നീളം അറിയോ? ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പൊ എല്ലാം പിടിച്ചു. ഒക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഒന്നും പിടിച്ചിട്ടില്ല. ഇങ്ങനെ കൊണ്ടുള്ളതൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് ത്വരീഖത്തുകാർ വന്നപ്പോ അന്ന് വരെ പറഞ്ഞതാ. ത്വരീഖത്തിലെ പരിവേഷം കെട്ടിയിട്ട് ചില വ്യാജന്മാരെങ്കിലും ഓര് പറഞ്ഞു. നമ്മൾ പണ്ടേ പറഞ്ഞു റസൂലുള്ളാഹി ത്വരീഖത്തല്ലാത്ത എല്ലാ ത്വരീഖത്തും വ്യാജാണ്. വ്യാജ അല്ലാത്ത ത്വരീഖത്ത് റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്ത് അല്ലാത്ത ഏത് ത്വരീഖത്തുണ്ടോ ഒക്കെ വ്യാജം തന്നെയാണ്. പക്ഷെ ഇവരെ കഞ്ഞികൂടി മുട്ടിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ ഇറങ്ങി. അപ്പൊ ഓല് ശരിയല്ലാതെ പറയാൻ വേണ്ടി കണ്ടുപിടിച്ച പണി എന്ത്? ത്വരീഖത്തെ ശൈഖിന് വലിയ മുടിയുണ്ട്, അതുകൊണ്ട് അത് ഹറാമായ മുടിയാണ്, അയാൾക്ക് ശൈഖാകാൻ പറ്റൂല. അപ്പൊ നമ്മളെ ശൈഖായാലും അതിലും വലുത് കൊണ്ടപ്പോഴോ ഉണ്ടാട്ടില്ല. ഇങ്ങനെ സമുദായത്തിൽ മുടിയുടെ പേരിൽ മുടിക്കാൻ ശ്രമിച്ച ഇയാള് മുടി മാത്രമല്ല ഏതെല്ലാം സൈസ് കച്ചവടം പറ്റോ അതൊക്കെ അയാൾ നോക്കിയിട്ടുണ്ട്. സ്വലാത്ത് കച്ചവടം, ദിക്റ് കച്ചവടം, ദുആ കച്ചവടം, അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ 10-15 കൊല്ലം മുമ്പ് ആർക്കും പരിചയമുണ്ടോ ദുആ സമ്മേളനം? അന്ന് പരിചയമുണ്ടോ സ്വലാത്ത് വാർഷികം? അന്ന് പരിചയമുണ്ടോ ആകർക്കുള്ള ഏർപ്പാടുകൾ? പിന്നെ ഓരോന്നായി പുതിയതെങ്ങനെ വന്നു? എല്ലാം കച്ചവടമാക്കി മാറ്റി, എല്ലാം കച്ചവടമാക്കി മാറ്റി. എന്നിട്ട് അതിലൊക്കെ ഒരുപാട് കള്ളക്കഥകൾ, കളവുകൾ പറഞ്ഞ് അതൊക്കെ ന്യായമുണ്ടാക്കി അതെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന്മാർ. അവസാനം ഇയാളെ കൂടാത്ത ചില മനുഷ്യന്മാര് അങ്ങേപ്പുറത്ത് പോയി. ഏപ്പിന്റെ ഒപ്പം നിന്ന മനുഷ്യന്മാര് സഖാഫിമാരടക്കം അങ്ങോട്ട് പോയ സ്ഥലം മാറിയുള്ളൂ. ഒന്ന് മുജാഹിദീൻ സുലൈമാൻ സഖാഫിന്റെയും അതേപോലെ അലവി സഖാഫിന്റെയും കൂടെ ഒരു ബെഞ്ചും എന്ന് പഠിച്ചാളാ മുസ്തഫ സഖാഫി കാമിലി. അദ്ദേഹം മുജാഹിദീൻ കൊണ്ടും പോന്നു. അദ്ദേഹം ഇന്നും സജീവമായി നമ്മളെ കൂടെ എല്ലാ രംഗത്തുമുണ്ട്, വേറെ എവിടേക്കും പോയിട്ടില്ല. ബാക്കി കുറച്ച് അങ്ങേപ്പുറത്തേക്ക് ഈക്ക് സുന്നിക്ക് ചാടി. അത് പിന്നെ ലക്ഷ്യം പാലിക്കാൻ ആദർശം മാറ്റുന്ന ആവശ്യമില്ലല്ലോ. ആദർശം മാറ്റുന്ന ആവശ്യമില്ല. ഈക്കുന്ന ഏപ്പി നല്ല ആശയം ഉണ്ടാ, പിന്നെ ബുദ്ധിയുള്ള ഏപ്പിയിലാക്കുക. അതാ ലേശം വെച്ച് അങ്ങനെ ദുഞ്ചവിയായിട്ട് നോക്കുമ്പോ രണ്ടോട്ട് ആശയം ഒന്നിന് വ്യത്യാസമില്ല. അപ്പൊ മടവൂരും ഫോക്കസും പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്നാലും കാണിക്കല്ലേ, പിന്നെ ലയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലയിക്കേണ്ട കാര്യമില്ല, എന്നോ ലയിച്ചു കഴിഞ്ഞു. ആശയം മാറ്റിപ്പോയി പിന്നെ ഇനി പ്രശ്നമില്ല. സലാഹുസ്ലമി പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സലാഹുസ്ലമി ഇപ്പൊ പറയാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവരൊന്നും പുറത്താക്കിയല്ല എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞിട്ട് ഈ അത്ര മനസ്സിലേക്ക് എത്തില്ലോ നമുക്ക് പറഞ്ഞു. എന്നിട്ടും നമ്മൾ ചില മത്സരമാക്കി തിന്നിട്ടില്ല മാത്രം. പോട്ടെ, നമ്മൾ വിഷയമല്ല. ഏതായിരുന്നാലും അങ്ങനെ ഇയാളൊപ്പം നിന്നിട്ട് അവിടെ കൂടെ മനുഷ്യന്മാരെന്ത് ചെയ്തു? അങ്ങനെ പുറത്ത് ചാടിയപ്പോഴേക്ക് അതെങ്ങനെ പുറത്തേക്ക് വരുന്നത്? അങ്ങനെ ഇസ്മായിൽ സഖാഫി തൊട്ടുമുഖം എന്ന് പറയുന്ന മനുഷ്യൻ പിന്നെ വല്ലാണ്ട് പറഞ്ഞുപോയി. കാരണം ഇയാളൊപ്പം നടന്നതാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമല്ലേ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അതുകൊണ്ടായിരിക്കാം അയാള് പറഞ്ഞ ചില രംഗങ്ങൾ ഒന്ന് കേൾക്കുക. അധികമൊന്നും പാടില്ല, ലേശം മതി. അദ്ദേഹം പറയട്ടെ. ഇയാളെ കളവേദന അത് എന്നോട് തോന്നുന്നുണ്ടാവും. കാന്തപുരം പറഞ്ഞ കളവുകൾ മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ ആളൊക്കെ വരും. അല്ലേ? ഇപ്പൊ സമയമല്ല. ഇത് ജനങ്ങളെ വിശ്വാസ. ഇയാളിപ്പോ കായത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ പോലും ഇത് എവിടുന്നേ കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. അവനവന്റെ വിശ്വാസം അവനവൻ ഉണ്ടാക്കണം. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അറിഞ്ഞ വിഷയത്തിൽ എത്ര നോവ പറഞ്ഞു, പോട്ടെ, അതൊക്കെ പോട്ടെ. ഈ ഒരു മുടിന്റെ വിഷയത്തിൽ എത്ര കളവ് ഈ ആശനി അടക്കം പറഞ്ഞു. ആദ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടി, ആദ്യം പറഞ്ഞു സനദുണ്ട് അല്ലെ? ഇതാ ഹസ്രജ് വായിച്ചത് സനദാണ് അല്ലെ? ഇക്ബാൽ ജാരിയാവാല വഴി കിട്ടിയതും മുത്തശിലായ സനദാണ്, സനദുണ്ട്. അപ്പൊ ആൾക്കാർ സനദും ചോദിച്ചു തന്നപ്പോ നമ്പർ മാറ്റി. എന്തേ പറഞ്ഞു? നിങ്ങൾ ദുബായിലേക്ക് വരൂ, ഒരു കഷ്ണം സനദ് അവിടെ ഉണ്ട്. നിങ്ങൾ ബോംബെയിലേക്ക് പോകൂ, ഒരു കഷ്ണം സനദ് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് ബോംബെക്ക് ഇങ്ങനെ പൊളിഞ്ഞു വന്നപ്പം ബോംബെ പാർട്ട് 1 വന്നിട്ടുള്ളൂ. ബോംബെ കുറെ വരാണ്ട്, തീരൂല. ഇത് ബോംബെ അല്ലേ? നിങ്ങളൊക്കെ പോയിക്കോളൂ, ഒഴിവുണ്ടാകുമ്പോ ഇക്ബാൽ വലി മുഹമ്മദ് എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചാൽ മതി. ആ പച്ചപ്പള്ളിന്റെ അടുത്തുണ്ടാവും ആള്. അത് അന്വേഷിച്ചാൽ കിട്ടും.
അയാളെടുത്ത് ചെന്നാൽ കായുണ്ടെങ്കിൽ ഓരോന്ന് വാങ്ങിപ്പോയി ഇങ്ങക്കും കിട്ടും. എന്തും കിട്ടും. ഒരു 50,000 റുപ്യക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫാത്തിമ ബീവിന്റെ പുതപ്പും റസൂലുള്ളാഹിന്റെ ചെരുപ്പും ഗൗസുൽ ആലമിന്റെ ഫോട്ടോയും ഷെയ്ഖ് തങ്ങളെ കിതാബൊക്കെ കിട്ടും. നമ്മളിത് പ്രസംഗിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ വിൽപ്പന നിർത്തൂല. എന്താ കാര്യം? അയാൾ ഉദ്ദേശിക്കുന്ന കായുണ്ടാക്കൽ തന്നെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ടാണ് ഈ മുടി കൊണ്ടെന്ന് അർത്ഥം. എന്തും മുഖ്യ ചങ്ങായുണ്ട്. പറഞ്ഞ പൈസ കൊടുത്താൽ എന്താണോ വേണ്ടത് അതവിടെ കിട്ടുന്ന. എന്ത് വേണമെങ്കിൽ കിട്ടുന്ന സ്ഥലമാണ് ഇഖ്ബാൽ മുഹമ്മദ് ജാരിയാവാല. അയാളാണ് ചങ്ങായിക്കും ഈ മുടി കൊടുത്തത്. അപ്പൊ ഓരോമ്മല് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി അങ്ങനെ ആ മുടി അവിടെ അബുദാബിക്ക് എത്തി. ഇതിൽ അവിടെ ഇറക്കി. അപ്പോഴേ വിലയുള്ളൂ. മറ്റേ ഇവിടെ ബോംബെയിൽ എത്തിയാല് ബോംബെയിൽ മുപ്പക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് മനുഷ്യന്മാര് പറയും. നേരെ മറ്റേ ഹസ്ബൻഡ് കത്തുന്ന് പറഞ്ഞാല് അതിന് വിലണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ പണിയെടുത്തത്. പക്ഷേ അതും പൊളിഞ്ഞു. അങ്ങനെ മുടിക്കച്ചവടം നടക്കുക തോന്നി. കുറെയൊക്കെ അത്യാവശ്യം സമ്പാദിച്ചു. പക്ഷെ അപ്പോഴേക്ക് സംഗതി പിടിക്കപ്പെടും. ഇനിയിപ്പോ എന്താ പണി? അപ്പഴാ മൂപ്പര് പറഞ്ഞു ഇഞ്ഞൊരു കാര്യം ചെയ്യാം, മുടി കളിക്കാൻ അവിടെ കട്ടെ. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് മൂപ്പര് കുറച്ച് പൊടി വെച്ച് വന്നു. പൊടി പണ്ടേ ഉണ്ടെന്ന് പറഞ്ഞേക്കാം, ഇത് വേറെ പൊടിയാണ്. ഇയാൾ കുറച്ച് പൊടിയുമായി ഇപ്പൊ വന്നു. എന്നിട്ട് പറഞ്ഞു മദീനത്തിൽ നിന്ന് കൊണ്ട പൊടിയാണ്, റസൂലുള്ളാഹിന്റെ ഖബറും പൊത്ത പൊടിയാണ്. മദീനത്തിൽ നബി വെക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ ഖബറും പൊത്ത പൊടി. ആ പൊടി ഇതാ മർക്കസിലേക്ക് കൊടുത്തയച്ചിരിക്കുന്നു. മൂപ്പര് സാക്ഷാൽ കാന്തപുരം കുന്തനത്തിൽ പ്രസംഗിച്ചത്. അതുകൊണ്ട് ഫോട്ടോ ഉണ്ടാവില്ല. മൂപ്പര് പ്രസംഗം കേട്ടോളികൾ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് പൊടി കിട്ടിയ കഥ. അതോടുകൂടി ഇക്കൂട്ടര് വിറച്ചിട്ട് ചത്തുപോകും, യാതൊരു സംശയവും ഇല്ല. വെപ്രാളം കൊണ്ട് എന്തെല്ലോ ജംഗമിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിൽ നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണ്ട, നിങ്ങൾ ആദരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസ് തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുഖ്യതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെയുണ്ടാകും. അതിന്റെ പുറമേ അവിടത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറയാം. പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചനായിക്കോട്ടെ, നമ്മുടെ പഴഞ്ചന്മാര് തന്നെ. അതിന് ബർക്കത്തുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫ്, അതാണ് ലോകത്ത് വെച്ച് ഏറ്റവും ബഹുമാനപ്പെട്ട സ്ഥലം. കഅബത്തിനേക്കാളും ബഹുമാനമുള്ളത് അവിടുത്തെ ഖബർ ശരീഫാണ്. അവിടുത്തെ ശരീരമാണ് എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠതയുള്ള ശരീരം. അതുപോലെ ആ ശരീരം തൊട്ട ഖബർ ശരീഫാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമി. ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം, ആകാശത്തിലും ഭൂമിയിലും വെച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം. ആ സ്ഥലത്ത് ആ ഖബർ ശരീഫിന്റെ മുകളിൽ ഉണ്ടാകുന്ന പൊടി അത്
ചന്ദനത്തിന്റെ പൊടിയായാലും മണ്ണിന്റെ പൊടിയായാലും അതിന് ബറക്കത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ ബറക്കത്തുള്ള ഒന്നും വിശ്വസിക്കാത്തവരാണ്, നിങ്ങൾ അതിന്റെ വിരോധികളാണ്. നിങ്ങൾ അങ്ങനെ നടന്നുകൊള്ളുക. ഞങ്ങളെ വഴിക്ക് നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ കണ്ടോ സഹോദര, മുടിക്കച്ചവടം തുടങ്ങിയപ്പോ ഇപ്പൊ പൊടിക്കച്ചവടം. മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെ ചന്ദനത്തിന്റെ പൊടിയിടുന്നുണ്ട്. ഏത് മദീനത്താണാവോ? അവിടെ കാറ്റടിച്ചിട്ട് പൊടിയും വരാറുണ്ട്. അവിടെ എവിടെ കാറ്റടിക്കുന്നത്? എവിടെ കാറ്റടിക്കാൻ? നേരെ അവിടെ 24 മണിക്കൂർ മനുഷ്യന്മാരെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണ്ടേ. അതിനിടയ്ക്ക് ഇങ്ങനെ പൊടി അടിച്ചു വന്നിട്ട് അവസാനം അതൊക്കെ പാടെ വടിച്ചെടുത്ത് പ്രധാനികൾ കൈവശം വെക്കുന്ന കൂട്ടത്തിൽ ദേശം മൂപ്പരിക്കും. അങ്ങനെ തട്ടിവിടന്നെ. എന്നാൽ അതുകൊണ്ടൊന്ന് അത് വെള്ളത്തിന് മുക്കിയിട്ട് മനുഷ്യപ്പകൾ കുടിപ്പിക്കുക. വെറുതല്ല ഈ സൈസും അസുഖമൊക്കെ ഇപ്പൊ വ്യാപകമായിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ഈ മനുഷ്യന്മാരെ കൊണ്ട് ഈ വക ഓരോരോ വെള്ളം കുടിപ്പിച്ചിട്ട് ഇനി എന്തെല്ലാം അസുഖം ഉണ്ടാകുന്നതാണ്. ഓരോരോ മുടിയും ഓരോ പൊടിയും ബോംബെയിൽ നിന്നും അവിടെ കൊണ്ടുവന്നു അതൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കലാണ്. ഇതെല്ലാം കൂടി കുടിപ്പിച്ചിട്ട് അതാണ് ഈ വക ഓരോ അസുഖം വന്നത്. അപ്പൊ ഇങ്ങനെ സമുദായത്തെ എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല, മുടിക്കണമെന്ന ഈ ഒരു ധാരണ, ആ താല്പര്യം അതാണ് യാത്രയാക്കുന്നത്. ഇയാളെപ്പറ്റി എന്താ പറയാ? ഞാൻ പറഞ്ഞത് ഇസ്മായിൽ സഖാഫി പറഞ്ഞോട്ടെ, അത് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞിട്ട് ഏറിയ പറയണ്ട, ഇസ്മായിൽ സഖാഫി തോട്ടുമുഖം തന്നെ പറയട്ടെ. ഇയാൾ തൊലിക്കത്തിയുമായി ബന്ധപ്പെട്ട വിഷയം. മാനവികതയിലെ മീമ് പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. മറിച്ച് മുടിയുടെ സനത് പറയാൻ APA ഞങ്ങൾ നിർബന്ധിക്കും. അത് സംശയമല്ല. അത് മാത്രമല്ല, മാനവികതയ്ക്കെതിരെ മനുഷ്യനെ ചൂഷണം ചെയ്ത അദ്ദേഹത്തിന്റെ ഓരോ കഥകളും ഞങ്ങൾ സമൂഹത്തോട് പറയും. ഈ തൊലിക്കെട്ടി കാട്ടിപ്പോത്തിനുണ്ടാവോ? ആലോചിച്ചു. അതെ, അതന്നെയാണ് ആലോചിക്കാറുള്ളത്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുക, ഈ രൂപത്തിന് ഓരോരോ പേരുള്ള സമുദായത്തെ മുടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന പണമല്ല പുസ്തകം, പക്ഷെ അതിനപ്പുറത്ത് വിശ്വാസം തകർക്കപ്പെടുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കപ്പെടുന്നു, ആചാരങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, അനുഷ്ഠാനങ്ങൾ തകർക്കപ്പെടുന്നു. അവസാനം പാരത്രികമായ ലോകത്ത് കത്തിയാൽ പോയി ആപ്പതിക്കുന്ന ഗതികേട് ഈ സാധാരണക്കായ സമൂഹത്തിന് ഇതുവഴി ഉണ്ടായിത്തീരുന്നു. ഗൗരവമായി നമ്മൾ കാണുക. അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, കിതാബിൽ സ്ഥിരപ്പെട്ടത്, ഖുർആനിൽ ഹദീസിൽ പറഞ്ഞത് എന്തോ അതാണ് ദീൻ, അത് മാത്രമാണ് ദീൻ. അതിനപ്പുറം ഒരു ദീനില്ല. അല്ലാഹും റസൂലും എന്ത് പറഞ്ഞു? അത് മാത്രമാണ് ദീൻ, അല്ലാത്തൊന്നും ദീനല്ലെന്ന് നാം തിരിച്ചറിഞ്ഞ് ഏത് രംഗത്തും ശരി, ആരൊക്കെ പറഞ്ഞാലും ആരെല്ലാം പ്രചരിപ്പിച്ചാലും ആ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അനുപ്രകാരം ജീവിതം ക്രമീകരിക്കാൻ നാം ശ്രദ്ധമാവുക. റഹ്മാനായ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് 6-ാം തീയതി ശനിയാഴ്ച വേങ്ങര മണ്ഡലം സലഫി സെന്ററിന്റെ ഉദ്ഘാടനവും പൊതുപ്രഭാഷണമുണ്ട്. ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരിയാണ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. വേങ്ങര ചെറു റോട്ടിൽ പ്രത്യേകമായി നാം ഒരുക്കിയ സലഫി സെന്റർ എല്ലാവരും 6-ാം തീയതി ഓർമ്മിക്കുക. അതുപോലെ റമദാൻ 1 മുതൽ അവസാനം വരെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വേങ്ങര വ്യാപാര ഭവനിൽ വെച്ച് റമദാൻ പഠന ക്ലാസ് നാം സംഘടിപ്പിക്കുന്നു. അതും പരമാവധി കുടുംബസമേതം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.